السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله. എറണാകുളം ജില്ലാ ദഅവാ സമ്മേളനത്തിൻ്റെ സമാപന പ്രസംഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ മഹത്തായ ആദർശ സമ്മേളനത്തിൻ്റെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സമ്മേളന പന്തലിൽ നേരത്തെ തന്നെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആധുനിക സംവിധാനമായ ബൈലക്സ് മെസ്സഞ്ചറിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിന് നാം തിരഞ്ഞെടുത്തിട്ടുള്ള മഹത്തായ ഒരു പ്രമേയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്നാകുവാനും ഒന്നാകുവാനും എന്നതാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രമേയമായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ വിഷയമാണ് സമയബന്ധിതമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ സമ്മേളന നഗരിയിൽ വന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള മാർഗമായി എനിക്ക് എന്ത് കിട്ടി എന്ന് സംഘാടകരും പ്രാസംഗികരും പ്രബോധകരും ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ളവരും ഒരു വേള ഗൗരവമായി ആലോചിക്കേണ്ട ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇവിടെ നടന്ന പല പ്രസംഗങ്ങളും പല ആളുകളും കേട്ടിട്ടില്ല. പല ആളുകളും സൗഹൃദങ്ങൾ പുതുക്കി, അഭിപ്രായ ഭിന്നതകളുള്ളവർ കോർണറുകളിൽ നിന്ന് സംസാരിച്ചു. അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിലോ അതിലുദ്ധരിക്കപ്പെട്ട പ്രമാണങ്ങളെ സംബന്ധിച്ചോ ഗൗരവമായി എത്ര പേർ ചിന്തിച്ചു കാണുമെന്നതിൽ എനിക്ക് ആശങ്കയുണ്ട്. പ്രവാചകന്റെ സ്വഹാബത്തിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ച മൻഹജുസ് സലഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനനായ സക്കരിയ സ്വലാഹി ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. വിജ്ഞാനം തേടി സ്വഹാബികൾ ഏതൊരു സദസ്സിൽ വരുമ്പോഴും ഒരേ ഒരു ലക്ഷ്യമേ അവർക്കുണ്ടായിരുന്നുള്ളൂ: നരകത്തിൽ നിന്ന് മോചിതമാകണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണം. ഇതിൻ്റെ സംഘാടകരും ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരും പണ്ഡിതന്മാരും സാധാരണക്കാരിൽ സാധാരണക്കാരും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആർ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ അതാകുന്ന വിജയം. ഈ ദുനിയാവ് വഞ്ചിക്കപ്പെടുന്ന വിഭവമാകുന്നു എന്നല്ലാഹു 3-ാം അധ്യായം 185-ാമത്തെ വചനത്തിൽ പറയും. ലോകത്തിൻ്റെ നാഥൻ വിശുദ്ധ ഖുർആനിൻ്റെ 1-ാമത്തെ വാചകമായി വായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടന്നു വന്നത്. എവിടെ വായന മരിക്കുന്നുവോ അവിടെ സംസ്കാരം മരിക്കും. എവിടെ വായന സജീവമാകുന്നുവോ അവിടെ സംസ്കാരം സജീവമായി തീരും. വായിക്കുക മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിനാഥന്റെ നാമത്തിൽ എന്നാരംഭിച്ച ഖുർആനിക അധ്യാപനങ്ങൾ ഈ ലോകത്തിൻ്റെ തമ്പുരാൻ അവസാനമായി ഓർമ്മപ്പെടുത്തിയ ഖുർആനിക വചനം സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, നാം വളരെ ഗൗരവമായ ഓർക്കേണ്ട വളരെ പ്രധാനമായ കാര്യങ്ങളിലൊന്ന് ഈ ഖുർആനിക വചനമാണ്.
ലോകത്തിന്റെ തമ്പുരാൻ അന്തിമ പ്രവാചകനെ അയച്ചു. അന്തിമമായി ഒരു മതത്തെ പൂർത്തീകരിച്ചു തന്നു. ആ മതം പൂർത്തിയാക്കുമ്പോൾ ലോകത്തിന്റെ തമ്പുരാന് വളരെ കാതലായ ഒരു കാര്യം മാനവതയെ ഓർമ്മപ്പെടുത്താനുണ്ടായിരുന്നു. ഈ അവതരിപ്പിച്ചതും ഈ വാദപ്രതിവാദവും ഈ ഖണ്ഡനമണ്ഡനങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പഠിപ്പിക്കലുകളും പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയലും ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. അതെന്താണ്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനമാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നാഥനിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ഏതൊരു നാഥനാണോ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്, ഏതൊരു നാഥന്റെ അനുഗ്രഹമാണോ നിങ്ങളിവിടെ ആസ്വദിച്ചു കൊണ്ടിരുന്നത്, അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് മരണമെന്ന് പറയുന്ന ജീവിതത്തിന്റെ കവാടവുമായി ബന്ധപ്പെട്ട് മരണം വരാനിരിക്കുന്നു. മരണത്തിന് ശേഷമുള്ള നിങ്ങൾ ചെയ്തു കൂട്ടിയ നന്മതിന്മകളെ വിചാരണ ചെയ്യുന്ന ഒരു ലോകം നിങ്ങൾക്കിതാ വരാൻ പോകുന്നു. അതുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനത്തെ കുറിച്ച് ചോദിക്കുന്ന, നിങ്ങൾ ഒരാളും അക്രമത്തിന് വിധേയമാകാത്ത നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ കർമ്മരേഖ നിങ്ങളുടെ കൈകളിൽ ലഭിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, അതിൽ നിന്നുള്ള ആ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നടത്തത്തിലും അവന്റെ ഇരുത്തത്തിലും അവന്റെ കിടത്തത്തിലും അവന്റെ ചിന്തകളിലും അവന്റെ ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളിലും അവൻ രാത്രി കിടന്നുറങ്ങുന്നത് പോലും വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ എന്ന സൂറത്ത് സുമറിലെ 42-ാമത്തെ വചനം ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഉറക്കിൽ എന്റെ ആത്മാവിനെ അല്ല പിടിച്ചാൽ അത് സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലാകണം. അതുകൊണ്ട് തന്നെ എന്റെ ഉറക്കും എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകൈകനാഥനായ തമ്പുരാനാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് ഞാനും നിങ്ങളും. മഗ്‌രിബ് നമസ്കാരത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ്, ഇശാ നമസ്കാരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്, നാളെ സുബൈക്ക് നമ്മൾ നേരം വെളുത്താൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ പള്ളി മിമ്പറുകളിൽ നിന്ന് ആവർത്തിച്ച് ലോകത്തിലെ എല്ലാ മനുഷ്യരും കേട്ട വാചകമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഒരു നിരീശ്വരവാദിയുണ്ടോ ലോകത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഒരു ജൂതനുണ്ടോ ലോകത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്ത ഏതെങ്കിലും ഒരു അവാന്തര വിഭാഗമുണ്ടോ ലോകത്ത്? എവിടെയൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ, എവിടെയൊക്കെ ചെറിയ തെക്കാവുകളുണ്ടോ, സ്ലാമ്യകളുണ്ടോ, മസ്ജിദുകളുണ്ടോ, അവിടെ നിന്നെല്ലാം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. എന്താണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്? എന്താണ് അത്? നാവുകൊണ്ടുള്ള ഉച്ചാരമല്ല, മനസ്സിൽ ഉറപ്പിച്ചുള്ള അത് ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളിൽ തെളിഞ്ഞു കാണേണ്ട മഹോന്നതമായ ഒരു കർമ്മ പദ്ധതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ. സുഹൃത്തുക്കളെ, സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 24-25 വാചകങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവനാണ് ഒരു സലഫി പ്രബോധകനും അതിന്റെ അനുയായികളും എന്ന വസ്തുത ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ കൈഫ റബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബാ അസ്ലുഹാ സാബിതുൻ വഫറുഹാ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു യഥാർത്ഥ വിശ്വാസി ഒരു കലിമത്ത് അതിന്റെ ഉദാഹരണം ഒരു വൃക്ഷത്തെ പോലെയാണ്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയുടെ അഗാധതകളിലേക്ക് വേരൂന്നി ഉറച്ചു നിൽക്കുന്നതാണ്. കാറ്റുകൾക്ക്, കൊടുങ്കാറ്റുകൾക്ക് അതിനെ മറച്ചിടാനാവില്ല. ആഴമേറിയ വേരുകളുള്ള ഭൂമിയുടെ വിശാലമായ മേഖലകളിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വേരുകളുള്ള ഒരു മഹാവൃക്ഷം, ആകാശം മുട്ട പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശാഖകളുള്ള ഒരു മഹാവൃക്ഷം. അതെ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം സദാ ഫലങ്ങൾ നൽകുന്ന ആ മഹാവൃക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ച ഒരു വിശ്വാസി ഒരു വടവൃക്ഷത്തെ പോലെയാണ് എന്ന് റബ്ബിന്റെ ഉദാഹരണം. അലം തറ കൈഫ റബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ എന്ന വാചകത്തിന്റെ മൗലികതയും അതിന്റെ ആശയവും അതിന്റെ ആദർശവും മനസ്സിലാകണമെങ്കിൽ ഒരൽപ്പം ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകണം. ഉഖാദയും
ദുൽമജാസും മജന്നായും ശിർക്കിന്റെ കൂത്തരംഗമായി മാറിയ അറബ് കാലഘട്ടത്തെ കുറിച്ച് ചരിത്രത്തിൽ ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഡാർക്ക് ഏജ് എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിളിച്ച, അതുപോലെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വിളിച്ച, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് വിളിച്ച, ഗിംബന്റെ കൃതികൾ രേഖപ്പെടുത്തിയ, തോമസ് കാർലൈന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ, മൈക്കൽ ചാർട്ടിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ആ അറേബ്യൻ ജനതയിലെ ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് സഞ്ചരിച്ച ആ ഒരു ജനതയിലെ ഊശ്വര ഹൃദയം പേറിയ ഊശ്വര ഭൂമിയിൽ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മൂക്ക് കയറും പിടിച്ച് നടന്ന് അത് ചെല്ലുന്ന ദിക്കുകളിൽ ടെന്റ് കെട്ടി ജീവിച്ച് തിന്നും കുടിച്ചും ഭോഗിച്ചും ആനന്ദിച്ചും ആർത്തുല്ലസിച്ചും അട്ടഹസിച്ചും സംഗീതത്തിന്റെ നൃത്തത്തിത്വങ്ങളിലും തരുണീമണികളുടെ താളാത്മകമായ നൃത്തങ്ങളിലും മോഹവും അഭിലാഷവും കഴിച്ചുകൂട്ടി ജീവിതത്തിനപ്പുറത്തൊരു ജീവിത ലക്ഷ്യമില്ല എന്ന് വിശ്വസിച്ചു പോന്ന അറബികളിലെ കാട്ടറബികൾ, കോളനി വൽക്കരണത്തിന് വിധേയമാകാത്ത ആ അക്കരെ പച്ചകൾ തേടി സഞ്ചരിച്ച അറബികളിലെ അവരുടെ ജീവിത കാലഘട്ടം നിങ്ങൾ ഓർക്കണം. വദ്ദിനെ, സുവാഇനെ, യഹൂസിനെ, യഹൂക്കിനെ, നസ്റിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, ഖുബലിനെ, അതുപോലെ മഹാനായ ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ ആരാധിച്ചു പോന്ന ഒരു ജനപദത്തിന്റെ മുമ്പിലാണ് ഉഖാദയിൽ പ്രവാചകൻ ചെല്ലുന്നത്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പഠിച്ച്, കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ച്, കച്ചവടം പയറ്റി ബിസിനസ്സുകാരനായി, അംബാനിയായി, ബിൽഗേറ്റ്സായി, ടാറ്റാ ബിർളമാരായി, അല്ലെങ്കിൽ MA യൂസുഫ് അലിമാരായി, കോടീശ്വര പുത്രനായി ജീവിക്കുന്ന കച്ചവടത്തിന്റെ പുതിയ ചാട്ടുളികൾ തേടിയല്ല ആ പ്രവാചകൻ ഉഖാദയിൽ ചെന്നത്, ദുൽമജാസിൽ ചെന്നത്, മജന്നായിൽ ചെന്നത്. സൃഷ്ടികളെ ആരാധിച്ച് സൃഷ്ടിപൂജയിലൂടെ ജീവിത ലക്ഷ്യം തകർത്ത് കളയുകയും നാളെ നരകത്തിന്റെ അഗ്നിനാളങ്ങൾ നക്കി തുടക്കാൻ വിധിക്കപ്പെട്ട ശരീരത്തിന്റെ ഉടമകളായ മനുഷ്യരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ആ പ്രവാചകൻ പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയുമ്പോൾ മഹോന്നതമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞ് വയന്ന മട്ടിൽ ഉച്ചരിക്കുന്ന കേവലം ഒരു ശബ്ദമായി മനസ്സിലാക്കിയവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹാനായ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു വാക്യം പറയുന്നുണ്ട്. അറബികൾ ചരിത്രത്തിലൊന്നും ആയിരുന്നില്ല, പക്ഷേ അറബികൾ ചരിത്രത്തെ കീഴ്പ്പെടുത്തുകയും ചരിത്രം സൃഷ്ടിക്കുകയും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുകയും സംസ്കാരങ്ങളിൽ ഏറ്റവും ഉന്നതമായ സംസ്കാരം അവർ വെട്ടിപ്പിടിക്കുകയും ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയായിരുന്നു എന്ന് നിരീശ്വരവാദിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ടെന്നും അത് ഉണർന്നാൽ മനുഷ്യന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും അത് സാധിച്ചെടുത്ത വിപ്ലവം പ്രവാചകന്റെ ഏകദൈവ സിദ്ധാന്തമായിരുന്നു എന്നും നെഹ്റു രേഖപ്പെടുത്തിയത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ വായിച്ച് പരീക്ഷ എഴുതി മാർക്ക് നേടി ഉന്നത ഉദ്യോഗം നേടാനല്ല, ഇന്നലകളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് ഇന്നിന്റെ ലോകത്ത് ചൈതന്യവത്തായി ജീവിച്ച് നാളെയുടെ ഒരു തലമുറയെ സൃഷ്ടിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന പവിത്രമായ ഒരു ശബ്ദത്തിന്റെ പേരാണ് മനുഷ്യരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു മുതബാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ജൂതമകന്റെ മുമ്പിൽ ചെന്ന് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. ഉഖാദയിലും ദുൽമജാസിലും മജന്നായിലും കൃത്യമായി പറഞ്ഞാൽ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിന്റെ അവിടെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടകളിലും ഒരു മനുഷ്യനത് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഉഖാദയിൽ ദുൽമജാസിൽ മജന്നായിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കാം. അറബികൾ നിങ്ങൾക്ക് അധീനപ്പെടും, അനറബികൾ നിങ്ങൾക്ക് അധീനപ്പെടും, റോമും പേർഷ്യയും നിങ്ങൾക്ക് അധീനപ്പെടും, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പടിവാതിക്കൽ നിങ്ങൾ എത്തും എന്ന് പ്രവാചക തിരുമേനി പ്രവചനം ചെയ്തത് എത്തിപ്പെടുകയും സാമ്രാജ്യങ്ങളിൽ കടന്നു പോവുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യരുടെ മനസ്സിൽ സ്വാധീനിക്കുകയും ചെയ്ത ഇന്നലകളുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു പോകുന്നവർക്ക് ഇന്നിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അനാവശ്യമായ തർക്കങ്ങളിലും കുതർക്കങ്ങളിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹത്തിന് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയില്ല. വാശിയേറിയ ചർച്ചകളാണ്. പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പരിഹാസമാണ്, അപഹാസമാണ്, മത്സരങ്ങളാണ്. അത് കേട്ട് കാലു സലാമ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോന്ന് അല്ല നൽകിയ നാവിന്റെ വൈഭവം, അല്ല നൽകിയ ബുദ്ധി, അല്ല നൽകിയ ആരോഗ്യം എന്റെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എനിക്ക് പ്രതിഫലം തരുന്നതവനാണ്, എന്നെ സ്വീകരിക്കുന്നതവനാണ്, എന്നെ അംഗീകരിക്കുന്നതവനാണ്. അവന്റെ മുമ്പിലാണ് ഞാൻ ഇഖ്ലാസ് കാണിക്കേണ്ടത് എന്ന ബോധത്തിലേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനും നന്നാകാനും ഒന്നാകാൻ വല്ലാത്തൊരു പ്രമേയമാണ്.
നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായി ആലോചിച്ചോ. ആരാ അറബ് ജനത? ഉംറുൽ ഖൈസിന്റെ കവിത മുഅല്ലക, കബാലയത്തിൽ കെട്ടിത്തൂക്കിയ സെക്സ്, അതായിരുന്നു അത്. പെണ്ണിന്റെ അംഗലാവണ്യം വർണ്ണിച്ച ഉംറുൽ ഖൈസിന്റെ കവിതകൾ, ലബീദിന്റെ കവിതകൾ, ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ കവിതകൾ, ജാഹിലിയ കാലഘട്ടത്തിൽ സുഹൈൽ ഇബ്നു അംറിന്റെ വാചാലതകൾ, പെണ്ണിന്റെ സൗന്ദര്യത്തിന്റെ വർണ്ണനകൾ, അവരുടെ നിമ്നോന്നതകൾ, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ, മദ്യത്തിന്റെ മഹത്വം, യുദ്ധത്തിന്റെ കൊതി, ഇതെല്ലാം വിശദീകരിച്ചിരുന്ന ഒരു ജനപദം. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ശരീരം എവിടെ കൊണ്ടുപോയി മറമാടണം? മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറമാടണം എന്ന് പറഞ്ഞ ഒരു ജനത, അങ്ങനെ ഒരു ജനത, കുതിരയുടെ മഹത്വം വർണ്ണിച്ച ഒരു ജനത, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാത്ത ഒരു ജനത, സ്വന്തം മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയ പെൺകുട്ടികളെ, ജനിച്ചു വീണ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ജനത, ചുവന്നും പച്ചയും കൊടിവെച്ച് ഞങ്ങളൊക്കെ അറിയപ്പെട്ട വേശ്യകളാണ് എന്ന് തെളിയിച്ച് പ്രത്യേകമായ ഡ്രസ്സ് ധരിച്ച് ആണുങ്ങളെ ആകർഷിക്കാൻ കാത്തിരുന്ന ഒരു ജനത, അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു ജനത, അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴും അവനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത ഒരു ജനത. ആ ജനതയുടെ മുമ്പിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ആ ജനതയുടെ മുമ്പിൽ വന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നിങ്ങൾ ഓർക്കണം. രണ്ട് കാര്യങ്ങൾ. ഇവിടുന്ന് സമാപന പ്രസംഗം പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നെഞ്ചിലേറ്റി ചില കാര്യങ്ങൾ പോകണം. അതെ, ഒരു കാര്യം വളരെ പ്രധാനമാണ്. അതായത് ഒരാള് തൗഹീദ് സ്വീകരിച്ചു, ശക്തമായ തൗഹീദ്, ശിർക്കിന്റെ യാതൊരു അംശവും ഇല്ല. പക്ഷെ അയാൾ ആരോടും പറയുന്നില്ല. അയാൾ 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്നു, കളവ് പറയുന്നില്ല, എല്ലാ നല്ല കാര്യങ്ങളും അയാൾ ചെയ്യുന്നു, ചീത്ത കാര്യങ്ങളൊന്നും അയാൾ ചെയ്യുന്നില്ല. അയാൾക്ക് സമൂഹത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ ഗുണങ്ങളൊക്കെ അയാൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ അയാൾക്ക് ഒരു ഗുണം ഉണ്ടാക്കാൻ കഴിയില്ല. അത് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഖബറാരാധന നടത്തുന്നുണ്ടോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി? ഉണ്ടോ സുഹൃത്തുക്കളെ? ഉണ്ടോ? ഖബറാരാധന നടത്താത്ത ജമാഅത്തെ ഇസ്ലാമി ഖബറാരാധന എന്ന് പറഞ്ഞു അബ്ദുറഹ്മാന്റെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. സത്യമാണല്ലോ, നമ്മൾ ആരും നിഷേധിക്കുന്നില്ലല്ലോ. ആ ബുക്ക് ഇറക്കിയ കാലഘട്ടത്തിൽ ചെറിയ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആരും അത് നിരുത്സാഹപ്പെടുത്തുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. ഖബറാരാധനയിൽ നിന്ന് ജനങ്ങൾ പിന്മാറുന്നത് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ തൗഹീദി പ്രബോധനം കൊണ്ടാ? ഞാൻ വസ്തുതാപരമായി ചോദിക്കാൻ, ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ. പൂപ്പുല പെണ്ണിന്റെ പ്രസംഗം കേട്ടിട്ടാണോ ദർഗയിൽ നിന്ന് ആളുകൾ മാറിപ്പോണത്? ആണോ? മൊയ്തീൻ ഷെയ്ഖ് എന്ന വിളി ഇവിടുത്തെ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടാ? ആണോ? അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും ഉൾക്കൊണ്ടവരുടെ തൗഹീദ് കൊണ്ടാണ്. സത്യല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആളുകൾ മാറണമെങ്കിൽ, ആളുകൾ നന്നാകണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താന്ന് ഉൾക്കൊള്ളണ്ടേ? സത്യത്തിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്താ? ഏറ്റവും അത്ഭുതകരമായ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. പ്രവാചകൻ 40 കൊല്ലം മക്കയിൽ ജീവിച്ചുവല്ലോ. എന്തെങ്കിലും ഒരു ന്യൂനത ആ ജനത അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ട്? എന്തെങ്കിലും ഒരു ന്യൂനത? ഒരു പെണ്ണിനെ ഒളിക്കണ്ണിട്ട് നോക്കി, അല്ലെങ്കിൽ ഒരു തുള്ളി മദ്യം ആരും അറിയാതെ കുടിച്ചു, അല്ലെങ്കിൽ 4 ആളെ സുഹൃത്തുക്കളുടെ കൂടെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂട്ടത്തിലിരുന്നൊന്നും മിനിങ്ങി, നിങ്ങൾ കുടിച്ചോളൂ, ആയിക്കോട്ടെ, കുഴപ്പമില്ല, കുറച്ച് എനിക്ക് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞോ? ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് ആ പ്രവാചകനുണ്ടോ? ബിംബാരാധന ഉണ്ടോ? ഖബർ ആരാധന ഉണ്ടോ? മദ്യപിക്കുന്നുണ്ടോ? എന്തിന്? പ്രവാചകത്വത്തിന് മുമ്പ് ഒരു സംഗീതം കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് അതിന് വരെ അല്ലാഹ് അനുവദിച്ചോ? ഉറക്കിക്കിടത്തിയില്ലേ? എല്ലാ പരിശുദ്ധതയോടുകൂടി 40 കൊല്ലം മക്കയിൽ ജീവിച്ചിട്ട്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങളൊന്ന് ചിന്തിച്ചോ. ആ 40 കൊല്ലം സകല ഗുണങ്ങളുടെയും മൂർത്തിമദ്ഭാവമായിട്ട് ആ പ്രവാചകനെ കണ്ടിട്ട് അറേബ്യയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്നായി? ഏതെങ്കിലും ഒരാൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാത്തയെ വിളിക്കുന്നില്ല, ഉസ്സയെ വിളിക്കുന്നില്ല, മനാത്തയെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ആ കാലഘട്ടത്തിലെ ജാഹിലിയ ശിർക്കിൽ നിന്ന് പ്രവാചകന്റെ വ്യക്തിത്വം കണ്ട് മാറി? പോയിന്റാണ്, എല്ലാവരും നോട്ട് ചെയ്യേണ്ട. ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വ്യക്തി ഒരു തുള്ളി കുടിക്കണില്ല എന്ന കാരണം പറഞ്ഞ് കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പണി നിർത്തിയോ? പലിശ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നബി നല്ല കച്ചവടക്കാരനാണ്, യാതൊരു അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കില്ല, നല്ല പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ഖദീജ ബീവിയുടെ ഭർത്താവായിരിക്കെ, എന്നിട്ട് ആരെങ്കിലും അവിടുത്തെ അളവിലും തൂക്കത്തിലും കൃത്രിമത്തെ കാണിക്കുന്ന ഇല്ലാണ്ടാക്കി? ഇല്ല. നേരെ മറിച്ച് ഇതൊക്കെ നബി പറയാൻ തുടങ്ങിയപ്പോ പോയിന്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. അതായത് ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തൗഹീദ് നന്നായി പഠിച്ചിട്ടെടുത്ത് മിണ്ടാണ്ടെന്നാൽ ഓന്റെ വീട്ടിലും മാറ്റം ഉണ്ടാവില്ല, ഓന്റെ മഹലിലും മാറ്റം ഉണ്ടാവില്ല, ഓൻ എത്ര പണ്ഡിതനായാലും. അതുകൊണ്ടാണല്ലോ പ്രാസംഗികരായ ഞങ്ങളും പണ്ഡിതന്മാരായ പല ആളുകളും ചെല്ലു പറയാതിരുന്നപ്പോ എന്തുണ്ടായി? സമൂഹത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല, അവരെ കുടുംബത്തിൽ മാറ്റം ഉണ്ടായില്ല. നിലവിളക്ക് കൊടുക്കുന്നിടത്ത് അവസാനം എത്തിയത് നിലവിളക്ക് പച്ചക്ക് കൊളുത്തുന്നിടത്തല്ലേ? KNMന്റെ സെക്രട്ടറി പച്ചക്ക് നിലവിളക്ക് കൊളുത്തുന്നിടത്തല്ലേ എത്തി? എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? നമ്മളെ മുശ്രിക്കാക്കുന്ന തിരക്കിൽ തൗഹീദ് മറന്നുപോയി.
നമ്മളെ മുശ്രിക്കാക്കുന്ന തിരക്കില് സെക്രട്ടറിക്ക് തൗഹീദ് പഠിപ്പിക്കാൻ മറന്നു. ഏത് സെക്രട്ടറി മക്കളെ? ഒരു യൂണിറ്റിന്റെ സെക്രട്ടറിയാ, സ്റ്റേറ്റ് സെക്രട്ടറി കരുവള്ളി മുഹമ്മദ് മൗലവി എന്ന മഹാപണ്ഡിത കേസരി മഹാചാര്യൻ ഇരിക്കേണ്ട സീറ്റില് ഒരുത്തൻ കയറിയിരുന്നോ സെക്രട്ടറിയെ. ഓൻ അവസാനം എന്ത് ചെയ്ത്? നിലവിൽ കൊണ്ടു കൊളുത്തി. ഈ റസൂലിന്റെ വാചകം വല്ലാത്തതാണ്. ശിർക്കില്ലാത്തവരെ നേരെ അത് പറഞ്ഞാൽ എങ്ങട്ട് തിരിയുന്ന മക്കളെ? റസൂല് പറഞ്ഞ് എങ്ങനായി മരിക്കുന്നു? അമ്പളക്ക് കൊളുത്തിയപ്പങ്ങാണ് അറ്റാക്ക് വന്ന ആ സെക്രട്ടറി മരിച്ച അവസ്ഥ എന്താ? ഏറിയ കളിയും കളിച്ച് ജില്ലയിലെ നല്ല മനുഷ്യന്മാരെ മൂലക്കിരുത്തിയതിന്റെ റിസൾട്ട് ആയിട്ടല്ലേ അള്ളാനെ കണ്ടുമുട്ടുക. ഇനിയെങ്കിലും ഓർത്ത് നേരം വെളുത്തോളി. VS അച്യുതാനന്ദൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അരിയാഹാരം കഴിക്കുന്നവരെ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മളെ നേരെ തൗഹീദ് പറഞ്ഞ് പരപ്പുറത്ത് കയറി തുള്ളിച്ചാടിയവർ എന്തായി? കൂടെ കിടന്നുറങ്ങിയവന് തൗഹീദ് എന്താ അറിഞ്ഞൂടാ. ആലോചിച്ചു നോക്കണം. നിലവിളക്ക് കൊളുത്തി KNMന്റെ സെക്രട്ടറി. അറിയോ? വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഏത് ചെറിയ പിഞ്ചു പൈതലിനെ അറിഞ്ഞൂടെ അത്? അല്ലേ? ഞാനൊരു ക്ഷേത്രത്തിൽ പോയി, മണിമല ക്ഷേത്രത്തില് ഒരു നിലവിളക്കുള്ള അടുത്ത് പ്രസംഗിച്ചു. KNM ചെയ്ത പണി എന്താ? ആ നിലവിളക്ക് നെറ്റിലിട്ടിട്ട് മുജാഹിദ് വാലിശ്ശേരി നിലവിളക്കിനെ ആരാധിക്കുന്നു എന്നാണ് കമന്റ് ഇറക്കി. അല്ലേ? സത്യത്തിൽ ആ മണിമല ക്ഷേത്രത്തിൽ ഉണ്ടായത് എന്താ? ആ നിലവിളക്കിന് ഇങ്ങനെ ചൂണ്ടി ബാക്കിലിരിക്കുന്ന നിലവിളക്ക് കൊളുത്തിയോലോട് പറഞ്ഞത് അമ്പിച്ച തെറ്റാണ്, ബൗദ്ധൈവത്താണ്, ചെയ്യരുത്, നരകത്തിലാണ്. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. എന്നിട്ട് പോലെ എന്താ ചെയ്തത്? ആ നിലവിളക്ക് അടിച്ചു വെച്ചിട്ട് ഞാൻ അതിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, ആരാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്. അല്ലേ? ഇപ്പൊ എവിടെ എത്തി? ഹുസൈൻ സലഫിയര് പള്ളിക്ക് തറക്കല്ലിട്ടു. അയാളത്തിന് എന്താ പറഞ്ഞ്? ജിന്ന് പൂജകർ ഇതാ അപ്പൊ കല്ലും ആരാധിക്കുന്നു. അതെ, എന്നിട്ട് പറഞ്ഞെന്നറിയോ? ക്ഷേത്രത്തിൽ തൗഹീദ് പറയുന്ന ബാലൻ എന്തുകൊണ്ട് ഇത് എതിർത്തില്ല? നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ എവിടെ എത്തി? നിലവിളക്കിന്റെ അടുത്ത് നിന്നതല്ല. ഈ മണിമല ക്ഷേത്രത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതിന് മുമ്പ് ആ ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഒരു മൊയ്ലിയാരെയും അവർ അന്ന് ക്ഷണിച്ചിരുന്നു. ആ മൊയ്ലിയാര് നിലവിളക്കിന് നേരെ ഇങ്ങനെ നീങ്ങിയപ്പോ ഞാൻ ബേക്കുന്ന ജുബ്ബ പിടിച്ചിങ്ങോട്ട് വലിച്ച്. ആ സാധു, അതായത് ഒരു മൊയ്ലിയാരാണ്, ആ സാധു എല്ലാരും ചെന്ന് നിലവിളക്ക് കൊടുത്തു. ഞാൻ ആ സാധുവിനെ എല്ലാരും കാണുകയും ചെയ്യരുത്, ഇങ്ങോട്ട് പിടിച്ചിന്റെ അടുത്തേക്ക് അടുപ്പിച്ച് അവിടെ നിർത്തി, അവിടെ പിടിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് മൂപ്പനോട് വിട്ടുപോയി ഇരുന്നോളിയാണ്, കസേലയിൽ അവിടെ ഇരുന്നോളിയാണ്. എല്ലാം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ്, പടച്ചോനാണ് നിങ്ങൾ ഇന്നെ ആ പിടിച്ചു വലിച്ചുകൊണ്ട് ഞാൻ കഴിച്ചില്ലായി. കാരണം പ്രസംഗം അവസാനിച്ച മൂപ്പർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത്. ഞാൻ പിടിച്ചു വലിച്ച മൂപ്പർക്ക് ഗൗരവം മനസ്സിലായിട്ടില്ല. എന്റെ പ്രസംഗം അവസാനിച്ച സത്യം അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. പക്കാ ഒരു മുസ്ലിയാരാണ്. അയാൾ പറഞ്ഞു എനിക്ക് പഠിക്കണം. എന്നെ വല്ലാതെ എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു പ്രസംഗത്തില്. പക്ഷെ എനിക്കൊന്നും പറയണ്ട, നിങ്ങൾ പറഞ്ഞ് കൊളാക്കാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. ആരെങ്കിലും ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതൊരു ആവേശത്തിന് പറഞ്ഞതോ ഇത് എന്നെ പറ്റി പറയാനോ പറഞ്ഞതല്ല. സുഹൃത്തുക്കളെ, ഒരു നിലവിളക്ക് കൊളുത്തുന്നിടത്തേക്ക് നമ്മുടെ ഒരു സെക്രട്ടറി എത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് ആഘോഷമായിട്ട് തോന്നുന്നുണ്ടാവാം. എൻ്റെ മനസ്സിന് വല്ലാത്തൊരു നീറ്റലാണ് ഉണ്ടായിട്ട്. സുഹൃത്തുക്കളെ, പടച്ചോന്റെ പ്രവാചകന്റെ വാക്ക് പുലരുന്നത് നേരിട്ട് കണ്ടിട്ടും നമ്മളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരോട് സഹതാപയുള്ളൂ ഞങ്ങൾക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യത്തിൽ എവിടെയാണ് നമ്മളുള്ളത്? ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. അഗ്നി ആരാധനയുടെ ഭാഗമാണ് നിലവിളക്ക് കൊളുത്തൽ. എത്ര വർഷം ഈ മുജാഹിദ് പ്രസ്ഥാനത്ത് പറയും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലവിളക്ക് കൊളുക്കാതെ മാറുന്നില്ലേ? നോക്ക് നിങ്ങള്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് KJയുടെ മെമ്പറാണോ? KNMന്റെ സെക്രട്ടറിയാണോ? ഒരു പൊതുജന സമൂഹത്തിലെ മെമ്പർ. അയാൾ ആര് നിൽക്കുന്ന സദസ്സിൽ ലോകം മുഴുവനും കാണുന്നിടത്ത് ഇത് ലോകം മുഴുവനൊന്നും കാണാത്തടത്ത് എന്തിനാ നിലവിളക്ക് കൊളുത്തി കൊടുത്ത്? നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാണ്. എനിക്കറിയില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാറി നോക്കി ഞങ്ങളുടെ മതത്തിനെതിരാ. ഞാൻ ആ ചെല്ലിയ ലായിലായുള്ളതുണ്ടല്ലോ അതിനെതിരാ എന്ന് പറയാൻ ആ ബോധം പോലും ഒരു KNMന്റെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാൾക്ക് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നാര മുജാഹിദുകളെ, ആർക്ക് വേണ്ടി ഞങ്ങൾ ഈ കക്ഷിത്വമായിട്ട് ജീവിച്ചു പോണത്? ആർക്കു വേണ്ടി ഞങ്ങൾ ഈ കക്ഷിത്വമായിട്ട് ജീവിച്ചു പോണത്? ഇത് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഞെട്ടിപ്പിക്കും. ബിംബത്തിന് മുമ്പിൽ കൈകൂപ്പിക്കുന്നവരുടെ ആ കൂട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയോ? നിങ്ങൾ ആലോചിച്ചു എന്തൊക്കെ നമ്മുടെ കയ്യിലുള്ളത്. ഞങ്ങൾ ഇതുവരെ നിങ്ങളെ നാറ്റിക്കാൻ മെനക്കെട്ടില്ല. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ചോൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരുപാട് റിസൾട്ടുകൾ ഇവിടെ ഉണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ആരാധനയുടെ ഒരു 0% ആരാധനയുടെ ഒരു ഭാവം തോന്നാത്ത ഞങ്ങളെ എന്തൊക്കെയാക്കി നിങ്ങൾ ചിത്രീകരിച്ചു? എന്തെല്ലാമായി ചിത്രീകരിച്ചു? എന്തൊക്കെയായി ചിത്രീകരിച്ചു? അതിന്റെ തിക്താനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. മടങ്ങണം.
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താ അറിയോ? നിങ്ങൾക്കൊരു വീണ്ടും വിചാരം ഉണ്ടാകട്ടെ എന്നാണ്, നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ, നിങ്ങളൊരു തിരിച്ചറിവിലെത്തട്ടെ. അള്ളാഹു നിങ്ങൾക്ക് അതിനൊരു തിരിച്ചറിവ് നൽകട്ടെ. അലൈസ മിൻകും റജുലുർ റഷീദ് എന്ന് ഞങ്ങൾ ഒരു മാസം മുമ്പ് ചോദിച്ചിരുന്നു. ഇപ്പൊ അത് തിരിച്ചെടുക്കുകയാണ്. ചിലർക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ ചോദിച്ചു തുടങ്ങിയില്ലേ? അപ്പൊ അലൈസ മിൻകും റജുലുർ റഷീദ് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കൂട്ടത്തിൽ വിവേകമുള്ള ഒരാളെങ്കിലും ഇല്ലേ? ഉണ്ടായി, പലരും ഉണ്ടായി. ഇനി ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം, വളരെ ചുരുക്കി പറയാം, വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന അറബികൾ, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ അർത്ഥത്തിലും തിന്മയിലായിരുന്നു അവർ. അവരെങ്ങനെ നന്നായി? അവരെ നന്നാക്കാൻ നബി ഉപയോഗിച്ച ആയുധം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് എന്താ? നമ്മൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളോടൊക്കെ എന്താ പറയുന്നത്? മുസ്ലിമീങ്ങളോടൊക്കെ നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടിട്ട് ജനങ്ങൾ നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മള് നെറ്റിലൊക്കെ ഇങ്ങനെ കയറി നോക്കിയാൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മൾക്ക് ഇതേ സമ്മേളനം നടക്കുമ്പോൾ വേറൊരു സമ്മേളനം, അതിന് ഇന്നലെ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് നോട്ടീസ് വിതരണം ചെയ്ത് ബംഗാളി കയ്യിൽ മന്ത്രി ചോദ്യ ചരടും കെട്ടി KNM നോട്ടീസ് വിതരണം ചെയ്ത്, KNM പ്രോഗ്രാമിന്റെ നോട്ടീസ് കയ്യിൽ ചരട് കെട്ടിയൊരു ബംഗാളിനെ കൊണ്ട് വിതരണം ചെയ്യിപ്പിക്കുന്നിടത്തേക്ക് നിങ്ങൾ ശുഷ്കിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നിങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾക്ക് വേദന ഉണ്ട്. ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ സത്യം കൂടെ നിന്ന സഹപ്രവർത്തകർ നടുറോട്ടിൽ നിന്നിരാകുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ മനസ്സ് വേദനിക്കുന്നു. അനാവശ്യമായി ഇത് എന്തോ ദുഷ്ടത്തരമായി മനസ്സിൽ വെച്ച് എന്തോ വലിയ ശത്രുവാണ് ഇവരൊക്കെ എന്ന് വിചാരിച്ച് നടക്കുകയാണ്. നമുക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത്? ഇപ്പൊ കൊച്ചിയും ഈ പറഞ്ഞ മറൈൻ ഡ്രൈവും പരിസരത്തും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞകാല ദേവാ സംരംഭങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ വൈറ്റിലപ്പള്ളി സ്ഥിതി ചെയ്യുന്ന പ്രദേശം നമ്മൾ ആലോചിച്ച് നോക്ക്. അതിനുശേഷം വന്ന ഒരുപാട് പള്ളികൾ ആലോചിച്ച് നോക്ക്. അന്നൊക്കെ ഒന്നിച്ച് നിന്നവർക്ക് ഇന്ന് സലാം പറയുമ്പോൾ മടക്കാൻ കഴിയണില്ലല്ലേ? അല്ലേ? സത്യത്തിൽ എന്താ അങ്ങനെ? അതാണോ ഇസ്ലാം? അതാണോ ഇസ്ലാം? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. തിന്മയും നന്മ കൊണ്ട്, ഏറ്റവും വലിയ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചവർക്ക് കിട്ടുന്ന ഒരു മഹാ റിസൾട്ട് അല്ലേ അത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൂത്തി ഉക്കലഹ കുല്ലഹീനിൻ ബിദിൻ റബ്ബിഹ എന്ന് പറഞ്ഞാൽ മാവ് മാങ്ങ ചൊരുത്തുന്നതിനെ കുറിച്ചാ പറഞ്ഞ്, അല്ലൊരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ട സത്ഫലത്തെ കുറിച്ചാണ്. ഓടിച്ചെന്ന് സലാം പറയാൻ. അപ്പൊ ഞാനിന്നലെ തിരുവനന്തപുരത്ത് ചെന്നപ്പോ ഞാൻ ഹൃദയം പറിച്ചു കൊടുത്ത എൻ്റെ ഒരു സുഹൃത്ത് ഭയങ്കരമായി ഞങ്ങൾ സ്നേഹിച്ച് 4.5 കൊല്ലം അവിടെ സലഫി പ്രബോധന രംഗത്ത് പ്രവർത്തിച്ച ഒരു ക്ലാസ് എടുക്കുന്ന ഒരു മനുഷ്യൻ എന്നെ കണ്ടപ്പോ തന്നെ കൊളത്താനാ തീരുമാനം. കണ്ട ഉടനെ തന്നെ സലാം മടക്കി പിന്നെ വർത്താൻ പറയാൻ. ഞാൻ പറഞ്ഞു, പൊന്നാരി ചങ്ങായി, ദയവേ ഞാൻ ഈ വർത്താനത്തിനില്ല. ഞാൻ നിന്നെ കണ്ടു, ആവേശത്തോടു കൂടി വന്നു, സലാം പറഞ്ഞു, പഴയ ലോക്യം പുതുക്കി. എൻ്റെ മനസ്സിലൊരു അസൂയയും വിരോധവും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിന്നോട് ഇങ്ങനെ പെരുമാറാനേ കഴിഞ്ഞുള്ളൂ. എനിക്കും തിരിച്ചു പറയാൻ ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയം പറിച്ച് എന്നതിനെക്കുറിച്ച് ചെമ്പരത്തിപ്പൂന്ന് വിലയിരുത്തുന്ന നിന്നോട് എനിക്ക് സംസാരിക്കാനില്ല. അവധാനതയോടുകൂടി പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം അങ്ങനെ സ്നേഹിച്ച മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാരെ നമ്മൾ സലാം പറഞ്ഞ് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാൻ, സലാം മടക്കിയാൽ നമുക്കൊരു സന്തോഷമാണ്. മടക്കാതെ തിരിഞ്ഞു പോകാൻ, അതിന് മാത്രം ഇവിടെ എന്തേ ഉണ്ടായത്? ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാൻ പല സ്ഥലത്തും ചോദിച്ചു 10 കൊല്ലം മുമ്പ് ഈ ഉള്ളവൻ പ്രസംഗിച്ച തൗഹീദിനെതിരായി ഈ 10 കൊല്ലത്തിന്റെ ഇപ്പുറത്ത് ഞാൻ എന്തേ കൂട്ടരെ പറഞ്ഞത്? ഞങ്ങൾ എന്തേ കൂട്ടരെ പറഞ്ഞത്? ഒരു ഉദാഹരണം, കണ്ണിന്റെ മുമ്പിൽ നേർക്കുനേരെ നിലവിളക്ക് കൊളുത്തിയെ കണ്ടിട്ടും ഇപ്പോഴും കുഴപ്പം ഞമ്മക്ക് തന്നെയല്ലേ? അല്ലേ? അതുപോലെ ഒരു ഉദാഹരണം, ദാടാ ജിന്നിനെ വിളിച്ചതിന്റെ പിക്ചർ ഇതടാ, ക്ലിപ്പിംഗ് ഇതടാ എന്ന് പറയാൻ കഴിഞ്ഞോ? നിലവിളക്ക് കൊളുത്തിയ ദാടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ ക്രിസ്തുമസ് അപ്പൂപ്പനെ വെച്ച് പൂജിച്ച വലിയ സ്റ്റേറ്റ് നേതാവിന്റെ പിക്ചർ നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ണി യേശുവിനെ വെച്ച് ഡിസംബറിൽ ക്രിസ്തുമസ് ആഘോഷിച്ച സ്റ്റേറ്റ് നേതാവ്. 5 നേതാക്കന്മാരെടുത്ത 3ാമത്തെ ആള്. എന്തേ നമ്മൾ ഔട്ട് ചെയ്യാത്തത്? നമ്മൾ ക്ഷമിക്കുകയായിരുന്നു, പല കാര്യങ്ങളിൽ സഹിക്കുകയായിരുന്നു. വ്യക്തിപരമായി എല്ലാരെയും നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇപ്പൊ ജനങ്ങൾ, നമ്മളൊന്നും അറിയണ്ട, ലോകത്ത് സാധാരണക്കാർ പറഞ്ഞുകൊള്ളുതൊക്കെ. സുഹൃത്തുക്കളെ, അവിടെയാ ഞാൻ ചോദിക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹിലെ ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ഇത് പ്രഖ്യാപിക്കുമ്പോ എല്ലാ അർത്ഥത്തിലും ആരാധനയുടെ സമസ്ത ഭാവങ്ങളും കാര്യകാരണ ബന്ധത്തിനധീതമായി
നമ്മളെ സഹായിക്കാൻ കഴിവുള്ള, അഭൗതികമായി നമ്മളെ സഹായിക്കാൻ കഴിവുള്ള ലോകത്തിന്റെ നാഥനോട് ചോദിക്കുന്നു നമ്മൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നോക്കേ, മക്കയിൽ ആയിഷാ ബീവി പറഞ്ഞ വാക്ക് പറഞ്ഞാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആയിഷാ ബീവി പറഞ്ഞത് 13 കൊല്ലം, പച്ചയായ ഒരു യാഥാർത്ഥ്യം, 13 കൊല്ലം എനിക്ക് ഏറ്റവും ഗൗരവമായി തോന്നിയ രംഗം ഞാൻ പറഞ്ഞോട്ടെ. നബി സല്ലല്ലാഹു, നിങ്ങൾ ആലോചിക്കുക, ചില നാടുകളിൽ തൗഹീദ് പറയാൻ നമുക്ക് പേടിയാണ്, ചില നാടുകളിൽ നമുക്ക് കാര്യങ്ങൾ പറയാൻ വമ്പിച്ച പേടിയാണ്, ചില സ്ഥലങ്ങളിൽ കയറി ചെല്ലുമ്പോ തൗഹീദ് പറയാൻ നമുക്ക് പേടിയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 കൊല്ലം, ഞാൻ ഓർക്കുന്നത് കാബത്തിൽ ഇബ്രാഹിം നബിയുടെ ബിംബമുണ്ട്, ഇസ്മായിൽ നബിയുടെ ബിംബമുണ്ട്, 360 ബിംബം വെച്ച് അതിനെ ആരാധിക്കുന്ന ഉത്സവം മാത്രം നടത്തിയ 100 അല്ലെങ്കിൽ 100% ആളുകളും വെറും 10 ആളുകളാണ് മക്കയിൽ റസൂൽ വരുമ്പോ ഏകദൈവാരാധന ഉണ്ടായിരുന്ന 10 ആളുകൾ. ബാക്കിയുള്ള എല്ലാവരും മുശ്രിക്കുകളായിരുന്നു, നിരീശ്വരവാദികളായ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആ മണ്ണിലേക്കാണ് ഒരു പിൻബലമില്ലാതെ, ആ സ്ഥാനമില്ലാതെ, ലെറ്റർ ബേർഡ് ഇല്ലാതെ, സഹായിക്കാൻ ആളില്ലാതെ, കൂടെ നിൽക്കാൻ ആളില്ലാതെ ആദ്യമായി പ്രവാചകൻ ഇറങ്ങിയത്. നിങ്ങൾ ആരെങ്കിലും ആ രംഗത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഭാര്യ എതിരായിരുന്നു, മകനെതിരായിരുന്നു നൂഹ് നബി അലൈഹി ഇസ്ലാമിന്, അല്ലേ? ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, അല്ലാഹുവേ രാവും പകലും ഞാൻ ഈ ജനങ്ങളെ വിളിച്ചു. ഇന്ന് ഞാൻ ഇവിടെ ഈ പള്ളിയിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിറങ്ങുമ്പോൾ 2 KNM ആളുകൾ എന്നെ പിടിച്ചു നിർത്തി. ബാലുശ്ശേരി, പഴയ ബാലുശ്ശേരിനെയാ ഞങ്ങൾക്ക് വേണ്ട, പഴയ തൗഹീദ് പറയുന്ന ബാലുശ്ശേരിനെയാ വേണ്ട. ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്റെ തൗഹീദിന് എന്താ കുറവ്? ഇപ്പൊ എന്താ കുറവ്? കേരളത്തിൽ ഞാൻ പറയുന്ന തൗഹീദിന് എന്താ കുറവ്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കൂട്ടരെ. KM മൗലയുടെ പുസ്തകം വായിച്ചപ്പോ ഞാൻ പറയുന്ന തൗഹീദ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട്, ഉമർ മൗലയുടെ ഓർമ്മകളുടെ തീരത്ത് വായിച്ചപ്പോ ആ തൗഹീദാണ് ഞാൻ പറയുന്നതെന്നാണ് എന്റെ ബോധ്യം. കുഞ്ഞീദ് മദനി പഠിപ്പിച്ച തൗഹീദാണ് ഞാൻ പറയുന്നത്. AP അബ്ദുൽ ഖാദർ മൗലയെ കൊട്ടപ്പുറത്ത് അവതരിപ്പിച്ച തൗഹീദാണ് ഞാൻ പറയുന്നത്. പൂനൂര് ഖണ്ഡനമടനം നടത്തി AP അബ്ദുൽ ഖാദർ മൗലയെ സുന്നികളെ ഖണ്ഡിക്കുന്ന കാലത്ത് എന്റെ അമ്മ എന്നെ പ്രസവിച്ചത്, ആ ഖണ്ഡനം നടക്കുന്ന കാലത്ത് AP പറഞ്ഞ തൗഹീദാണ് സുഹൃത്തുക്കളെ ഇപ്പോഴും നമ്മൾ പറയുന്നത്. എന്നിട്ട് നമ്മളെ പിടിച്ചു നിർത്തി നമ്മുടെ കൈപിടിച്ചു പറയാണ്, നിങ്ങൾ പഴയ തൗഹീദ് പറയണം, നിങ്ങളിപ്പോ കുഴപ്പാണ് എന്ന്. ഞാൻ ചോദിച്ച എന്തോ ഒരു കുഴപ്പം, ഒരു ഉദാഹരണം പറയാനില്ല. എന്തിനീ നുണ പറഞ്ഞ് ആ നുണ പറയുന്നതിനിടയിലെങ്ങാനും അള്ളാഹു നമ്മൾ റൂഹ് പിടിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സഹപ്രവർത്തകരുടെ വല്ലാത്തൊരു ബേജാറ്. ഒരു കാര്യങ്ങൾ ഓർക്കണം, സിറാത്ത് എന്ന പാലം കടന്നിട്ട് ഒരു പാലവും കൂടി ഉണ്ട് പരലോകത്ത്. അതാർക്കുള്ള അറിയോ? സിറാത്ത് എന്ന പാലം ആരാ കടക്കുക? സ്വർഗാവകാശികളാകുന്നവർ. എന്നാ തൗഹീദ് ഉള്ളവർ ആ പാലം കടന്നിട്ട് ഒരു സ്ഥലത്ത് തടയപ്പെടും. അവരാരാ? ഞാനും നിങ്ങളുമാണ്. അവരാരാ? ഞാനും എന്നോട് പിണങ്ങിപ്പോയ സുഹൃത്തുക്കളുമാണ്, എന്നോട് പിണങ്ങി നിൽക്കുന്ന സലാഹിമാരാണ്, എന്നോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ. നമ്മൾ അങ്ങോട്ട് പിണങ്ങിയിട്ടില്ലെന്ന് വരെ ഒരുത്തന് പറയാൻ കഴിയില്ല. ബാലുശ്ശേരി ഞങ്ങളെ കണ്ടിട്ട് മിണ്ടിയില്ല, ഞങ്ങളോട് സലാം പറഞ്ഞില്ല, പഴയ അതേ ഭാവത്തോടെ സംസാരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെട്ടിമുറിക്കാനല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് തകർക്കാനല്ല. അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ഇല്ലാത്ത കൃത്രിമത്വത്തിന്റെ അനൈക്യത്തെ, ഒരിക്കലും സാധ്യമാകാത്തൊരു അനൈക്യത്തിന്റെ കെട്ടുപൊട്ടിച്ച് യഥാർത്ഥമായ ഐക്യത്തിൽ മനുഷ്യരെ കൊണ്ടുവരാനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു സൃഷ്ടിയെയും ആരാധിക്കപ്പെട്ടുകൂടാ. ഈ സന്ദേശം നോക്ക്. മദ്യപിക്കരുത് എന്നായിരുന്നു റസൂൽ ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ, കള്ളുകുടിക്കരുത്, അതായത് വ്യഭിചരിക്കരുത് എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിരുന്നതെങ്കിൽ ഈ ജനത മാറുമായിരുന്നില്ല, ഈ ജനത മാറുമായിരുന്നില്ല. മറിച്ച് ഈ ജനത മാറിയത് അള്ളാഹനെ ശരിക്കും ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു, പടച്ചോനെ ശരിക്കും ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഇന്നലെ സുഹൃത്തുക്കളെ ഒരു സംഭവം ഉണ്ടായി. കണ്ണൂർ ഖുതുബ കഴിഞ്ഞ് മെനയാന്ന് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഒരു DYFIയുടെ ജില്ലാ സെക്രട്ടറി പിന്നെ യാദർശികമായി പരിചയപ്പെട്ടപ്പോ എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നല്ല കേസറ്റുകൾ കൊണ്ടുപോയി CD കൊണ്ടുപോയി കൊടുത്ത് അവിടെ കൊടുത്തപ്പോ ആ സുഹൃത്ത് പിന്നെ ചോദിച്ചു, ആ സുഹൃത്തുമായി ബന്ധപ്പെട്ടപ്പോ ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞ 2 മുസ്ലിയാക്കന്മാർ, ഒന്ന് നജീബ് മൗലവിയുടെ ശിഷ്യനാണ് നമ്മുടെ ദക്ഷിണ കേരളയുടെ, ഒന്ന് വേറൊരു ഡൽഹിയിലെ വാഫി പട്ടം കിട്ടുന്ന ഡൽഹിയിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. സുന്നി
വരികയാണ്. അവനോട് പറഞ്ഞു, ഞാൻ നെറ്റിലെ ക്ഷേത്രത്തിലെ പ്രസംഗം കേൾക്കാറുണ്ട്, സത്യത്തിൽ എനിക്ക് തൗഹീദ് പഠിക്കണമെന്നുണ്ട്, ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി ഈ മനുഷ്യനോട് സംസാരിക്കാൻ, എൻ്റെ വേദനയാണ് ഞങ്ങളോട് പറയുന്നത്. ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ പരിസരമൊക്കെ മറന്ന്, എൻ്റെ ക്ഷീണം മറന്ന് ഞാൻ ആ മനുഷ്യനോട് ആവേശത്തോടെ അവൻ കേട്ടു നിൽക്കുകയാണ്. അവന്റെ കണ്ണുകൾ വിടർന്ന് വിടർന്ന് വരുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പടച്ചവനെ, ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, ഒരു മുസ്ലിയാർ കുട്ടിയാണല്ലോ റബ്ബേ, നാളെ ശിർക്ക് പ്രചരിപ്പിക്കാൻ ഒരുപക്ഷെ കാരണമാകുന്ന ഒരു കുട്ടി, പടച്ചവനെ എന്റെ കലാമ് എന്റെ കൗല് മനസ്സിലാകണേ എന്ന പ്രാർത്ഥന ഇവിടെ സ്വീകരിക്കപ്പെടുകയാണ് റബ്ബേ. ഈ കുഞ്ഞിന് ഇത് മനസ്സിലാവണം. അതിന്റെ ഇടക്കാണ് വലിയ മൊയ്ലിയാർ കയറി വരുന്നത്. സുബ്ഹാനല്ലാഹ്, അയാൾ കയറി വന്ന ഒരു 5 മിനിറ്റ് അയാളിന്റെ ഇത് കേട്ടിട്ട് ഇടക്ക് മൂപ്പര് കയറി. പിന്നുണ്ടല്ലോ മൊയ്ലിയാക്കന്മാരൊരു തർക്കം. പടച്ചവനെ, ഞാൻ ആ സമയത്ത് വിചാരിക്കണം, റബ്ബേ, ഒരു ഹിദായത്തിലേക്ക് നിമിത്തമാകുന്ന ഒരു പയ്യൻ ശക്തമായി ഇത് കേട്ടുകൊടുക്കുന്നതിൽ ഫിത്തനക്കാണല്ലോ പടച്ചവനെ ഈ മൊയ്ലിയാര രൂപന്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. സുഹൃത്തുക്കളെ, അവിടെ ഒരു സംഭവം കൂടി ഉണ്ടായി. അങ്ങനെ വടകര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചുവന്ന കുറി തൊട്ട് ഒരമ്മ ഭക്തനായ ഒരു 45-46 വയസ്സുള്ള ഒരാള് കയറി. അയാൾ ഈ മൊയ്ലിയാരെ കണ്ടപ്പോ തന്നെ ഇങ്ങനെ കയറി. കാരണം ഓൾക്ക് എന്തുങ്ങനാണല്ലോ അതിനോട് കയറി വന്ന്, എന്നിട്ട് മൊയ്ലിയാര് സമർപ്പിക്കുന്നതിനോട് ഇവന് ഭയങ്കര ഇഷ്ടം. കാരണം ഇവന്റെ വിശ്വാസം അതാണ്, അമ്മയെ വിളിക്കുക, മുനമ്പത്ത് ബീവിനെ വിളിച്ചാൽ എന്താന്ന് മൊയ്ലിയാർ ചോദിക്കണേ. അപ്പൊ പിന്നെ ഓൻ അമ്മനെ വിളിച്ചാൽ എന്താ? ഓൻ വലിയ ആവേശത്തിൽ മൊയ്ലിയാരെ കാല് വരെ തൊട്ട് വന്ദിക്കുകയാണ്. ഞാൻ പറയണം, പടച്ചോനെ, ഇസ്ലാമിനെ പഠിച്ചൊരു വെള്ളിയാഴ്ച ഖുതുബ നടത്തി വരുന്ന മൊയ്ലിയാരെ കൊണ്ട് തൗഹീദ് കിട്ടേണ്ട രണ്ടാക്കത് ഇല്ലാതായി പോയല്ലോ റബ്ബേ. പടച്ചവനെ, ഇസ്ലാമിന്റെ ശത്രു ഒരു മൊയ്ലിയാരായി പോയല്ലോ പടച്ചോനെ. അതൊക്കെ കഴിഞ്ഞ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് സുഹൃത്തുക്കളെ, ഈ മൊയ്ലിയാരെ ഞാൻ നിശബ്ദമാക്കി നിർത്തിയ കുറച്ച് സമയങ്ങളോട് എനിക്ക് സംസാരിക്കാനില്ല. സുബ്ഹാനല്ലാഹ്, ആ മുസ്ലിയാർ കുട്ടിനോട് ഞാൻ സംസാരിച്ചു. അവന്റെ മുഖവും ഭാവവും അവൻ അവസാനം എന്നെ തടവിയതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തോന്നി അവന് മനസ്സിനെന്തോ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, നമ്പറൊക്കെ കൊടുത്ത് നമ്മളൊരു പ്രവർത്തകനുമായി ബന്ധപ്പെടുത്തി കൊടുത്ത്, അവൻ ഏറ്റവും ബന്ധപ്പെടാൻ പറ്റിയ തിരക്കില്ലാത്ത നമ്മുടെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി കൊടുത്ത് കോഴിക്കോട് 2 മൊയ്ലിയാമാർ ഇറങ്ങിയപ്പോൾ പിന്നെ എനിക്ക് പരപ്പനങ്ങാടി വരെ ഈ ഹിന്ദുവിനെ കിട്ടുകയാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, നിനക്ക് അമ്മയുണ്ടോ? എനിക്ക് അമ്മയുണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സായി? 70 വയസ്സായി. ഓഹോ, നീ ആരാധിക്കുന്ന ദൈവത്തെക്കാൾ 10 വയസ്സ് കൂടുതൽ നിന്റെ അമ്മക്കുണ്ടില്ലേ? ആ ആദ്യത്തെ ചോദ്യം തന്നെ അവന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു, ഋഗ്വേദം വായിച്ചിട്ടുണ്ടോ? പടച്ചവനെ, ചതുർവേദം വായിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോ എന്നോട് ആ ചെറുപ്പക്കാരൻ, ഈ ചുവന്ന കുറി തൊട്ട ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറഞ്ഞ് ഗുരുവായൂരേക്ക് പോകുന്ന ഈ ചെറുപ്പക്കാരൻ ചോദിക്കുക, ഋഗ്വേദം അതെന്താണ്? എന്റെ ഹൃദയം പൊട്ടിപ്പോയി. എന്തിനാ? ഓന് ഹൃദയം അറിയാതെയുള്ള ദുഃഖമല്ല, ഈ ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും ബേസിക്കായ ഒന്നുപോലും അറിയാത്ത ഈ കുട്ടി എന്തോ ഒരു മായാലോകത്താണ്. ഈ ചെറുപ്പക്കാരൻ എന്തോ ഒരു മായാലോകത്താണ്. ഞാൻ അവനുമായി ആത്മാർത്ഥമായി സംസാരിച്ചു. 2 കാര്യം അതെന്തുകൊണ്ടുണ്ടായത്. കൊക്കിന് വെച്ചത് കൊളക്കൊയ്ക്ക് കിട്ടി. ഇത് കേട്ടിരുന്നവരിൽ പലരും ഈ കാര്യം പിന്നെ കേട്ടു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സെൽഫി പ്രവർത്തകന്റെ നമ്പർ വാങ്ങിച്ചു, ഒരു ബന്ധപ്പെട്ടു, ഒരു വിളിച്ചു. ഇന്ന് സുഹൃത്തുക്കളെ, ആ ചെറുപ്പക്കാരൻ, ഞാൻ പരപ്പനങ്ങാടി ഇറങ്ങി തിരൂരിറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തകനോട് പ്രകടിപ്പിച്ച സന്തോഷവും, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശ്വരനെ കുറിച്ച് ശരിക്കും സുഹൃത്തുക്കളെ, ഏതൊരു ഇന്ത്യയിലെ 121 കോടി മനുഷ്യരും മരിച്ച് നരകത്തിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളും എന്ത് ദൗത്യം നിർവഹിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നലെ കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ പ്രസംഗിച്ച് സുബ്ഹാനല്ലാഹ്, ഓരോ വരികൾ ഉദ്ധരിക്കുമ്പോഴും അമുസ്ലിങ്ങൾ വന്ന് കൂടിക്കൂടി നിന്ന് അവസാനം ഒരു ക്രിസ്ത്യാനി എൻ്റെ കൂടെ ഓടി ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അവന്റെ കണ്ണുകൾ നിറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു പിരിയുമ്പോൾ എനിക്ക് തോന്നി, സുഹൃത്തുക്കളെ, ഇതാണ് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. ഏതെങ്കിലും ഒരു പ്രവാചകനെ കാലിയാരായിട്ട് അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഇത് ഒരു മുസ്ലിം മഹലിലെ കുട്ടികൾ കള്ളുടിച്ചും ശ്രീധനം വാങ്ങി ജീവിക്കുമ്പോൾ ഒരു നല്ല കാലിയാരായിട്ട് ആ പള്ളിയിലെ മിമ്പറിൽ കയറിക്കോ മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞിട്ടുള്ള കൂട്ടരെ, ഒരു നബീനെയും കാലിയാരായി, ഒരു നബീനെയും വഖഫ് ബോർഡ് ചെയർമാനായിട്ടല്ലോ അള്ളാഹു തെരഞ്ഞെടുത്ത് പച്ചയായ മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ ചെന്ന് ലോകത്തിന്റെ സിട്ടാവിനെ പരിചയപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടാ കടന്നു വന്ന്. മുജാഹിദുകളെ, ദയവ് ചെയ്ത് എനിക്കൊരു അപേക്ഷയുണ്ട്. മടപൂരികളെ നിങ്ങൾ മറന്നേക്കൂ. നമ്മളെ പീഡിപ്പിച്ച് പുറത്തിറക്കിയവരെ
നിങ്ങൾ പറഞ്ഞേക്കൂ. അവർക്ക് വേണ്ടി തഹജ്ജുദിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവരുമായിട്ടുള്ള തർക്കം തൽക്കാലം അവസാനിപ്പിക്കുക. പണ്ഡിത ലോകത്ത് അത് നടക്കട്ടെ, പാമര ലോകത്ത് നടക്കേണ്ടില്ല. ഇതാ നോക്ക്, ലജ്നത്തുദ് ദായിമ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലെങ്കിലും അതൊന്ന് വായിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഒരു ചെറിയ പുസ്തകമാണ് ലജ്നത്തുദ് ദായിമ. രണ്ട് സംഭവങ്ങൾ ഉദ്ധരിക്കുകയാണ്. അതായത് ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനി, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾക്ക് യാദർശികമായി ഇസ്ലാം കിട്ടി. ഇസ്ലാം അയാള് ഊതി കത്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശ്വാസം ആളിക്കത്തി. അദ്ദേഹം ഫിലിപ്പൈനിലേക്ക് പോയി. 4000 അമുസ്ലിങ്ങളെയാണ് അദ്ദേഹത്തിന്റെ കാലയളവ് കൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ അദ്ദേഹത്തിന് നിമിത്തമാകാൻ കഴിഞ്ഞത്. അദ്ദേഹം മരിച്ചിട്ടില്ല. 4000 അമുസ്ലിങ്ങൾക്ക് ഇസ്ലാമിലെത്താൻ ആരായിരുന്നു ഈ ഫിലിപ്പൈനി? അയാൾ ഒരു പള്ളിയിലച്ഛനായിരുന്നു. ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ ക്ഷണിച്ച മനുഷ്യനായിരുന്നു. അയാൾ ഇസ്ലാമിലേക്ക് 4000 ആൾ തീർന്നില്ല. ലജ്നത്തുദ് ദായിമ മറ്റൊരു കഥ കൂടെ പറയുന്നുണ്ട്. അതെന്താ? 16 കൊല്ലം സൗദിയിൽ ജീവിച്ചൊരു മുസ്ലിം 16 കൊല്ലം കഴിഞ്ഞ് വിസ എക്സ്പയർ ആയി അയാൾ നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട്ടിലേക്ക് മടങ്ങുമ്പോ നാട്ടിൽ ചെന്നു. ഇനി എന്ത് ചെയ്യും എന്ന വിചാരത്തിൽ അയാൾ നിൽക്കുമ്പോൾ അയാൾക്ക് വീണ്ടും സൗദിയിലേക്ക് ഒരു വിസ കിട്ടുകയാണ്. സൗദിയിലേക്കും അതുവഴി ഇസ്ലാമിലേക്കും, സൗദിയിലേക്കും അതുവഴി ഇസ്ലാമിലേക്കും. അയാള് അവിടുത്തെ വലിയ ഹോട്ടലുകളുടെ മെയിൻ്റനൻസ് വർക്ക് തീർക്കുന്ന ഒരു ജോലിയാണ് അയാൾക്ക് കിട്ടിയത്. അങ്ങനെ അയാൾ ഒരു റൂമില് ആരോ തലേന്ന് കൂടിയ ഒരു ഇസ്ലാമിക പ്രബോധകൻ കൂടിയ വാടകയ്ക്കെടുത്ത് കൂടിയ റൂമിൽ അതിന്റെ വർക്ക് തീർക്കാൻ വേണ്ടി അയാൾ ചെന്നപ്പോ അവിടുത്തെ ടീപ്പോയിൽ ഒരു ലഘുലേഖ കിടക്കുന്നു. മുസ്ലിമീങ്ങളെ, ISMന്റെ പ്രവർത്തകരെ, MSMന്റെ പ്രവർത്തകരെ, KNMകാരെ, ജീവിതത്തിൽ ഓരോ രംഗത്തും ആലോചിക്കേണ്ടവരെ, ആ ടീപ്പോയിലെ ലഘുലേഖ എടുത്ത് അയാൾ അവിടെ ഇരുന്ന് വായിക്കുകയാണ്. അയാളെ കാണാൻ ആരുമില്ല, അയാളെ നിയന്ത്രിക്കാൻ ആരുമില്ല. ആ ഹോട്ടലിൽ റൂമിന്റെ പണി തീർക്കുകയാണല്ലോ അയാൾ. അതിനിടയിലാണല്ലോ ലഘുലേഖ കിട്ടിയത്. അത് വായിച്ച് അതിന്റെ അവസാന അക്ഷരം വായിച്ചു തീരുമ്പോ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെ അയാൾ ഉച്ചരിച്ചു പോവുകയാണ്. ആ റൂമിൽ വെച്ച് ലോകത്തിന്റെ നാഥൻ മാത്രം അറിഞ്ഞുകൊണ്ട് അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അവിടെ വെച്ച് അയാളുടെ പോക്കറ്റിലെ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു. അച്ഛനോടും അമ്മയോടും അയാൾ ഈ ഉൾക്കൊണ്ട ആദർശം അരമണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ആ സ്പോട്ടിൽ അയാൾ വിളിച്ചു പറയുന്നു. അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നെ ഭാര്യയോട് പറയുന്നു, ഭാര്യയും മക്കളും സ്വീകരിക്കുന്നു. അവസാനം അദ്ദേഹം ചെയ്ത ഒരു ആത്മകഥം ലജ്നത്തുദ് ദായിമ രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അയാൾ പറഞ്ഞ വാചകം ഇതാണ്: അല്ലാഹുവേ, ഈ ലഘുലേഖ ഇവിടെ ഇട്ടേച്ചു പോയ മനുഷ്യൻ അറിയുന്നില്ല ഞാൻ ഹിദായത്തിലായത്, എന്റെ അച്ഛനമ്മമാർ ഹിദായത്തിലായത്, എന്റെ ഭാര്യയും മക്കളും ഹിദായത്തിലായത്. അല്ലാഹുവേ, നാളെ പരലോകത്ത് അയാൾ വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലാഹുവേ. സുഹൃത്തുക്കളെ, ഈ സന്തോഷം നമുക്കുണ്ടാകുമോ? മുജാഹിദുകളെ, ഈ സന്തോഷം നമുക്കുണ്ടാകുമോ? സുഹൃത്തുക്കളെ, ഈ സന്തോഷം നമുക്കുണ്ടാകുമോ? ഭൗതിക ലോകത്തിന്റെ പ്രമത്തത തേടി തിരിയുന്ന നമുക്ക് ഈ അവസ്ഥാവിശേഷം ഉണ്ടാകുമോ? ആയിഷാ ബീവി പറഞ്ഞൊരു മഹാവിപ്ലവം ഉണ്ടാവുകയാണ്. ആയിഷാ ബീവി പറഞ്ഞ, ഞാൻ ചുരുക്കുകയാണ്, ആയിഷാ ബീവി പറഞ്ഞ ഒരു മഹാവിപ്ലവം ഉണ്ടാവുകയാണ്. എന്താണ് ആ വിപ്ലവം? ലോകത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അലക്സാണ്ടർ ദി ഗ്രേറ്റ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഡെമോസ്തനീസ്, ഒരുപാട് ഭരണാധികാരികൾ, അതുപോലെ തന്നെ സാർ ചക്രവർത്തിമാർ, ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ രാജ്യത്ത് മദ്യമുക്തമായ ഒരു രാജ്യമുണ്ടായിട്ടില്ല. ഇല്ല. ഇന്ന് പോലും നിങ്ങൾക്കറിയുമോ? ഈ കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾക്കറിയുമോ? പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന പുനത്തിൽ കുഞ്ഞിക്കണ്ണൻ, അവന്റെ പുതിയ പേരതാ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ പുതിയ പേര് പുനത്തിൽ കുഞ്ഞിക്കണ്ണൻ എന്നാണ് അവന്റെ പേര്. ഈ ചങ്ങായിയുമായ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ലോകത്ത്, കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ ഇത്തരം വൃത്തികെട്ട ഒരു ജന്മത്തെ ചാനൽ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അയാൾ പറയുന്നത് എന്താ അറിയോ? പെണ്ണുങ്ങൾ വസ്ത്രം ധരിക്കരുത്, വിവാഹം വേണ്ട, കുട്ടികൾ വേണ്ട. പുനത്തിൽ കുഞ്ഞബ്ദു വന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്. ആര് പറഞ്ഞു നിങ്ങളോട് ഞാൻ മുസ്ലിമാണ് എന്ന്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ പേര് പുനത്തിൽ കുഞ്ഞിക്കണ്ണൻ എന്നാണ് അയാളുടെ പുതിയ പേര്. പുനത്തിൽ കുഞ്ഞിക്കണ്ണൻ. മനസ്സിലായോ? ആ കുഞ്ഞിക്കണ്ണൻ ചോദിക്കാണ്, എന്റെ ഭാര്യ, ആ ഭാര്യയുമായി ഞാൻ ഒരിക്കലേ ബന്ധപ്പെട്ടിട്ടുള്ളൂ, എനിക്ക് കുട്ടിയുണ്ടായി, പിന്നെ ഞാൻ ഹിന്ദു മതം സ്വീകരിച്ചപ്പോൾ അവള് ഡൈവേഴ്സായി, കഴിഞ്ഞ ദിവസം പോയി. എന്നിട്ട് അയാൾ പറയാണ്, എന്റെ ഭാര്യ ജീവിതത്തിൽ എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ അപ്പുറത്തൊരാളെ കൂടെ പോയി കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അവളെ ഞാൻ മനസ്സ് തുറന്ന് പറയുമായിരുന്നു, പോയിട്ട് നിന്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നോ എന്ന് ഞാൻ അവളോട് പറയുമായിരുന്നു. ഈ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഈ ചെറുത്താൻ ഇത് ചലിച്ചു പോണത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവനൊക്കെ സാഹിത്യകാരനാണ് അത്രേ. അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ഇത് ഇവിടെ നടന്നതാ. അപ്പൊ കഴിഞ്ഞ ദിവസം ഓൻ പറയാണ്,
എന്റെ ഭാര്യ എന്നോട് ചോദിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ പല പുരുഷന്മാരെ കൂടെ അന്തി ഉറങ്ങട്ടെ എന്ന്. ഞാൻ ഒന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന പുനത്തുൽ കുഞ്ഞബ്ദുള്ളയെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ലക്ഷങ്ങൾ പിരിച്ച് ഓനെ ചികിത്സിക്കണം. ഒന്നുകിൽ ഓനെ ചികിത്സിച്ച് നന്നാക്കണം, അല്ലെങ്കിൽ ഓനെ നാട് കടക്കണം. ഓനെപ്പോലുള്ളവർ കേരളത്തിലുണ്ടായാൽ കേരളത്തിലെ മക്കൾ, ഓനൊരു മോളും ഉണ്ടെന്നാ പറയുന്നത്, അതിനെ കാണിക്കി വെക്കുമെന്നുള്ള നമുക്കറിയില്ല. ഇത് ഞാൻ ഇത്ര വൈകാരികമായി പറയുന്നത്, കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലം അത്ര മോശമാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ ജോൺ ബ്രിട്ടാസ് ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ കള്ളുടിക്കാറുണ്ടോ? കേരളത്തിൽ അറിയപ്പെട്ടൊരു എഴുത്തുകാരൻ അയാൾ പറയണേ, ചിലപ്പോൾ കവിത എഴുതുന്നതിന് മുമ്പ് കുടിക്കും, ചിലപ്പോൾ കവിത എഴുതി കഴിഞ്ഞാലും കുടിക്കും. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഗായകനോട്, പേരൊന്നും ഞാൻ പറയില്ല, ഗൾഫ് രാജ്യത്ത് പോയ ബ്ലാങ്കറ്റ് പുതക്കാറുണ്ടോ എന്ന് ചോദിച്ചു. വ്യഭിചരിക്കാറുണ്ടോ? അയാൾ സൂപ്പറായിട്ട് പറഞ്ഞു, അതെ. എന്താ അവിടെ എന്താ കൺട്രോള്? ആരാ? കേരളം ബഹുമാനിക്കുന്ന ഒരു ഗായകൻ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു സിനിമാ നടനോട് ചോദിച്ചു, 1000 സ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അയാൾ ഉടനെ പറഞ്ഞു, ആരാ പറഞ്ഞു? എനിക്ക് 1500 സ്ത്രീകളായിട്ട് ബന്ധമുണ്ട് എന്നയാൾ പറഞ്ഞു. ഇതാ കേരളത്തിന്റെ സാംസ്കാരിക കലാരംഗം. ഈ രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ മനുഷ്യനെ നന്നാക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ മനുഷ്യനെ നന്നാക്കുക? വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഏത് ലോകത്തെ ജീവിക്കുന്നത്? മൊബൈലിലൂടെ ഡൈവേഴ്സുകൾ നടക്കുന്ന ഒരു ലോകത്ത്, വൃത്തികേടുകളുടെ ലോകത്ത്. ഉഷാ വില്യംസ്, കേരളത്തിൽ അറിയപ്പെട്ട മനഃശാസ്ത്രജ്ഞ ഉഷാ വില്യംസ് കഴിഞ്ഞ ലേഖന പരമ്പരകൾ പറഞ്ഞ എന്താ? ജോലിയുള്ള പെണ്ണുങ്ങളാണ് അത്ര ഡൈവേഴ്സിന് ആവശ്യപ്പെടുന്നത്. ഒരു പറയുന്നത് എന്തറിയോ? പോടോ, 35,000 എനിക്ക് ശമ്പളമുണ്ട്, ഇനി നിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനും എന്റെ മക്കൾ ജീവിച്ചോളും. മനസ്സിലായി? എന്റെ മക്കൾ, അയാൾക്ക് ഒരു ബന്ധമില്ല. അങ്ങനെ പറയുന്നു ഉഷാ വില്യംസ്. എന്തിന്? ജസ്റ്റിസ് ശ്രീദേവി തൊള്ളർന്ന് പറഞ്ഞു, ഈ പോക്ക് അപകടമാണ്. പെണ്ണിന് പഠിച്ചാൽ അപകടമാണ്. പഠിച്ചാ കുഴപ്പമില്ല, അവൾക്ക് ഉദ്യോഗം കൂടി കൊടുത്താലേ ഏറ്റവും വലിയ അപകടമാണ് ഉഷാ വില്യംസ് പറഞ്ഞു. എന്താ കാരണം? ഭാര്യക്കും ഭർത്താവിനും ടെക്നോ പാർക്കിൽ ജോലിയില്ല, അധികം ഡൈവേഴ്സിന്റെ വക്കില. ഞാനിത് വെറുതെ പറയല്ല, എന്റെ അനുഭവ. ഞാൻ തിരുവനന്തപുരം ഖത്തീബായിരുന്ന കാലത്ത് IT രംഗത്ത് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്തക്കന്മാർ തെറ്റണ്. അറിയോ നിങ്ങൾക്ക്? കുടുംബരംഗം ഇവിടെ നശിച്ചു, സാമ്പത്തിക രംഗം ഇവിടെ നശിച്ചു, എല്ലാ രംഗം ഇവിടെ നശിച്ചു. ആ രംഗത്തെ നന്നാക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാധിക്കില്ല. അത് ഞാൻ പറഞ്ഞത് എന്ത്? മദ്യപിക്കരുത് എന്ന് പറഞ്ഞു, വ്യഭിചരിക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞിരുന്നെങ്കിൽ ആ സമൂഹം മാറുമായിരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്, ആ ജനത എങ്ങനെ മാറി? ആ ജനത എങ്ങനെ മാറി? വ്യഭിചാരത്തിന്റെ കൊടിനാട്ടിയ ഒരു ജനത, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ജനത. എന്ന ആയത്ത് അവരുടെ കണ്ണുകളെ ഈർന്നണിയിപ്പിച്ചു. അല്ലേ? മാറ്റല്ലേ അത്? മാറ്റമല്ലേ അത്? അവരെങ്ങനെ നന്നാക്കി? അല്ലാഹനെ ശരിക്ക് അലം യഅലം ബി അന്നല്ലാഹ യറാ. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച കാലത്താണ് ലഖത് ത്വാല ഹാദൽ ലൈലു, ചുറ്റും കറുത്ത് തമോമയമായി ഇരുമുട്ടും ഇരവിതിൽ ഏകാഗിയാണ് ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ എന്ന് പാടിയത്. എന്താ? ഞാനിവിടെ ഒറ്റക്കാണ്, ഏകാഗിയാണ്. സ്ത്രീകൾ ശരിക്കും ശ്രദ്ധിക്കണം, ഞാനിവിടെ ഏകാഗിയാണ്. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ ആരുമില്ല, ഇവിടെ ആരും കാണാനില്ല, നല്ല കാളരാത്രിയാണ്, എന്റെ ശരീരത്തിന് ചൂട് പിടിക്കുന്നു. ഞാനൊരു അന്യപുരുഷൻ എന്റെ ആട്ടുകട്ടിലിൽ കയറ്റിയിരുത്തുമായിരുന്നു. അല്ലാഹുവേ, ഞാൻ നിന്നെ പേടിക്കുന്നില്ലെങ്കിൽ, ഉമ്മാ ഉമർ കണ്ടാലും ഇല്ലെങ്കിലും അല്ല കാണുമ്മ, പാലിൽ വെള്ളം ചേർക്കൂല. ഇങ്ങനൊരു സൊസൈറ്റിയെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാറ്റി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാൻ. പിന്നെ ആ ജനതയോ, അതിന്റെ രണ്ടാം ഭാഗോ ഒന്നാകാൻ. എന്താ ഇതിന് രണ്ടാം ഭാഗത്ത്? രണ്ടു കൂടെ നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് നിങ്ങൾ നോക്ക്, കള്ളിൽ മുങ്ങിക്കുളിച്ച് അബ്കാരി കോൺട്രാക്ടറായ അബൂത്തുല്ലത്തുൽ അൻസാരി കള്ള് വിളമ്പിക്കൊണ്ടിരിക്കുന്നിടത്ത്, അവിടെ പിന്നെ സീറ്റിലിരിക്കുന്നിടത്ത്, കേഷ്യറായിരിക്കുന്നിടത്ത്, ജാബിർലാന് കള്ള് വിളമ്പുന്നിടത്ത്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അൻസറുല്ലാന് കള്ള് വിളമ്പുന്നിടത്ത് മദീനയുടെ തെരുവിലൂടെ ഒരു പയ്യൻ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോയി, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിർ, ഇന്നമൽ ഖംറു വൽ മൈസിർ. ഇതാ മദ്യപാനവും ചൂതാട്ടവും ലോട്ടറിയും എല്ലാം നിങ്ങൾക്ക് അല്ലാഹു നിരോധിച്ചിരിക്കുന്നു. അത് കേട്ടുവന്ന് ചതിച്ചല്ലോ യജമാനനെ നല്ല പറഞ്ഞു. ആരെ? അൻസറുല്ലാനെ ചതിച്ചല്ലോ എന്നല്ല പറഞ്ഞു, ദാ മദ്യം ഹറാമാക്കിയിരിക്കുന്നു. അല്ലേ? നിങ്ങൾ നോക്ക്, ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മദ്യം ഹറാമാക്കി എന്നറിഞ്ഞപ്പോ കോടാലിയെടുത്ത് മദ്യത്തിന്റെ ചഷകങ്ങൾ, അതായത് ഒരു ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രമുള്ള ബാരലുകൾ, ഈത്തപ്പനയുടെ അടിഭാഗം കട്ട് ചെയ്തിട്ട്, അതായത് അതിന്റെ ഒരു ബേസ് ഇത്ര നിർത്തിയിട്ട് കട്ട് ചെയ്തിട്ട് അത് മൊത്തത്തിൽ അവര് ഷീറ്റിട്ട് അതിൽ
പിന്നെ വമ്പിച്ച പിന്നെ മദ്യം, അതിൽ ഒട്ടകം മുങ്ങിപ്പോകുന്ന വലുപ്പത്തിൽ അവർ സംവിധാനിച്ചിരുന്നു. അതൊക്കെ അടിച്ചെടുപ്പ് പൊളിച്ചു. ഏറ്റവും രസകരമായ സംഗതി എന്താ പറയുക, ചരിത്രത്തിൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഗതി, ആ മദ്യ ആയത്തിറങ്ങിയപ്പോൾ അവർ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് സ്വാഭാവികമായും ഒരു പെഗ്ഗൂടെ അടിച്ചിട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസ്സിലുള്ളതും കൂടെ കുടിച്ചിട്ട് എന്നല്ല, ആ ഗ്ലാസ് അവർ തട്ടിമറിച്ചു. അവരുടെ വായിലേക്ക് അവർ കൈയിട്ട് ഛർദ്ദിച്ചു. ഡ്രസ്സിൽ എവിടെയെങ്കിലും മദ്യമായിട്ടുണ്ടെങ്കിൽ അവരത് ഉപേക്ഷിച്ചു. തീർന്നില്ല, അഞ്ചാമത്തെ കാര്യം എന്നെ വല്ലാതെ കിടിലം കൊള്ളിച്ചു കളഞ്ഞു. അവർ ചോദിച്ചു, നബിയേ, മദ്യപിച്ച് യുദ്ധം ചെയ്ത ചിലരുണ്ടല്ലോ നബിയേ, എന്താ അവരെ വിധി? നോക്കൂ, മദ്യപിച്ച് യുദ്ധം ചെയ്ത ചിലരുണ്ടല്ലോ നബിയെ, എന്താ അവരെ വിധി? ആ മനുഷ്യന്റെ മാറ്റം, ആ മനുഷ്യരുടെ മാറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായത് ആ മനുഷ്യരെ. അതെ, അതുകൊണ്ടാണ് സൂറത്ത് ബഖറയിലെ 278-ാമത്തെ ആയത്ത് ഹജ്ജത്തുൽ വിദാഇൽ റസൂൽ ഓതിക്കൊടുത്തു, പലിശ ഹറാമാക്കിക്കൊണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടണമെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് വേണം. നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ഒരു ആസൂത്രണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്താ സംഭവം? അതായത് ഒരൊറ്റ മുസ്ലിമും ബാങ്കുമായി ബന്ധപ്പെടാത്തതായി ഉണ്ടാകാൻ പാടില്ല എന്ന ജൂതന്മാരുടെ പുതിയ തന്ത്രമാണ് ഗ്യാസ് കണക്ഷന് ബാങ്കിൽ ഇത് വേണോ. കാരണം ഏത് മൊയ്ലിയാരും ഏത് മൗലവിയും അപ്പെടുത്തോളും ബാങ്കിൽ. മനസ്സിലായോ നിങ്ങള്? ഏതൊക്കെ നിലക്ക് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യ പലിശയുടെ ഏറ്റവും ചെറിയ തോത് അല്ലേ, 36 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യ എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു. ആ പലിശ നിരോധിച്ചുകൊണ്ട് റസൂലുള്ള ഖുർആൻ ഓതി കൊടുത്തപ്പോ ആ മഹാസദസ്സെന്ന് നബിയുടെ എളാപ്പ എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു റസൂലുള്ളാഹിനോട് ചോദിച്ചു, അല്ല മോനെ, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അവിടുന്ന് ചാടി എണീച്ചു, മോനെ പലിശ അല്ലാഹ് ഹറാമാക്കിയോ? ആ അതെ എളാപ്പ, അല്ലാഹ് ഹറാമാക്കി. ആരാ ഈ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്? അതുകൂടി മനസ്സിലായാലേ നിങ്ങൾക്ക് ഈ ചരിത്രത്തിന് മനസ്സിലാവും. അതായത് ഇസ്ലാം ആകുന്നതിന് മുമ്പ് പൊതുമുതലിൽ ഇങ്ങനെ സ്വത്ത് കൂട്ടിയിട്ട് സ്വർണ്ണം ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടിട്ട് റസൂലിന്റെ അടുത്ത് വന്നിച്ചു, മോനെ ഞാൻ കുറച്ച് എടുത്തോട്ടെ എന്ന് ചോദിക്കാൻ റസൂൽ ഒരു പരീക്ഷണം നടത്തിയാൽ ആ ആർത്തി പിടിച്ച എളാപ്പനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആകുന്ന എടുത്തോളി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പിന്നെ ചാക്കിൽ വാരിയിട്ട് പൊങ്ങുന്നില്ല. അപ്പൊ പറഞ്ഞു, മോനെ ഒന്നും ഇങ്ങോട്ട് പൊക്കിയുടെ. അപ്പൊ റസൂൽ ചോദിക്കണം, നിങ്ങൾക്ക് ആകുന്ന എടുക്കാനല്ലേ എളാപ്പ പറഞ്ഞത്? ആകുന്ന എടുക്കാനല്ലേ? അപ്പൊ ഇന്ന് വീണ്ടും മാന്തിയിട്ട് വീണ്ടും പൊങ്ങണില്ല, ഒന്നിങ്ങോട്ട് പൊക്കിയോടാറ് വീണ്ടും മാന്തിയിട്ട് അങ്ങനെ പലതവണ മാന്തി അവസാനം ചുമലിലേക്ക് ഇട്ടിട്ട് നേരെ നിൽക്കാൻ പറ്റാതെ പോകുമ്പോ ദുനിയാവിനോടുള്ള എന്റെ എളാപ്പയുടെ ആർത്തി എന്ന് ബാക്കിയുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ച ഈ പ്രവാചകന്റെ എളാപ്പ അവിടുന്ന് പലിശ നിരോധിച്ചു എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോ അല്ല നിരോധിച്ചോ മോനെ? ആ അതെ എളാപ്പ. അപ്പൊ അവിടുന്ന് ഒരു പ്രഖ്യാപനമാണ്, ലക്ഷക്കണക്കിന് മൂലധനം, ലക്ഷക്കണക്കിന് പലിശ കിട്ടാനുണ്ടായിരുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് പലിശ വേണ്ട, എന്റെ മൂലധനം തിരിച്ചു തന്നാ മതി. ഈ മാറ്റം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് അലം യഅലം ബി അന്നല്ലാഹ യറ എന്നുൾക്കൊണ്ടൊരു സൊസൈറ്റിയുടെ മാറ്റമായിരുന്നു അത്. സഹോദരങ്ങളെ മായിസ് വ്യഭിചരിച്ചു പോയിട്ട് തുഖിർനി യാ റസൂലല്ലാഹ് എന്ന ആർത്ത് കരഞ്ഞ് നരകത്തിൽ മിന്നിമറിയുന്നതിന് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ സമൂഹം നന്നായത് എങ്ങനെ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ഇനി അവർ ഒന്നായതോ? അതുകൂടി നമ്മൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അവരുടെ ഐക്യത്തിന്റെ കാരണം എന്താ? ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി 40 കൊല്ലത്തോളം യുദ്ധം ചെയ്ത കറുത്ത വർഗക്കാരന്റെ പേരിൽ മാറ്റി നിർത്തിയ, ഗോത്ര മഹിമ പറഞ്ഞ, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടായ, തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത, നടന്നാൽ പ്രശ്നമുള്ള ആ നാട്ടിലാണ് പ്രവാചക തിരുമേനി അവരെ ഒന്നിപ്പിച്ചത്. എത്രത്തോളം ഒന്നിപ്പിച്ചു? മക്കയിലെ ത്യാഗപൂർണമായ ജീവിതം കഴിഞ്ഞ് മദീനയിൽ അവരെത്തി. ആ മദീനയിലെത്തിയ ആ കൗമിനെ പറ്റി അല്ലാഹ് പറയാൻ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, സ്വന്തത്തെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളായി അവർ മാറി. സ്വന്തത്തെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം അവർ നൽകി. അവരെക്കാൾ അവരെ സ്നേഹിച്ചു. അവസാനം റസൂലുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, മിമ്പറിൽ മരിക്കുന്നതിന്റെ തൊട്ടു ദിനങ്ങളുടെ മുമ്പിലിരുന്ന് നബിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ ആ 3 അടിയുള്ള മിമ്പറിലിരുന്ന് റസൂലുള്ള അവസാനം പറഞ്ഞു, അല്ലയോ മുഹാജിറുകളെ, അൻസാറുകളുടെ കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. അല്ലയോ അൻസാറുകളെ, നിങ്ങൾക്ക് മുഹാജിറുകളോട് ഒന്നും തോന്നരുത് കേട്ടോ. സ്നേഹിക്കുകയായിരുന്നു, ആദരിക്കുകയായിരുന്നു, അംഗീകരിക്കുകയായിരുന്നു, ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെ സ്വീകരിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, മുഖത്തോട് മുഖം ചേർന്ന് സലാം പറയാതെ പോകുന്ന നീ ഏത് തൗഹീദ് ഉൾക്കൊണ്ടവനാണോ മനസ്സിൽ? ഏത് തൗഹീദ് സ്വീകരിച്ചവനാണ്?
യർമൂക്കിന്റെ രണഭൂമിയിൽ അറിഞ്ഞോ നിങ്ങൾ? യർമൂക്കിന്റെ രണഭൂമിയിലെ കമാൻഡർ ഒരാർത്തനാദം കേൾക്കുകയാണ്. ദാഹിച്ചു തൊണ്ടവരുണ്ട്. കടലിലെ വെള്ളം കുടിക്കാൻ ദാഹാർത്തമായ ഒരു ചെറുപ്പക്കാരനെ അങ്ങോട്ട് ഓടി ചെല്ലുമ്പോ പെട്ടെന്ന് തടുത്തു നിർത്തുന്നു. വേണ്ട, അതാ അപ്പുറത്തൊന്നൊരു കരച്ചിൽ കേൾക്കുന്നു. എന്റെ സഹോദരൻ, എന്റെ ദാഹമല്ല, അവന്റെ ദാഹമാണ് വലുത്, കൊണ്ടുപോയി കൊടുക്കൂ. അവിടെ എത്തി, അയാളുടെ കരച്ചിലുള്ള അടുത്തെത്തി. അയാളും പറഞ്ഞു, നിക്ക്, തൊട്ടപ്പുറത്തുന്നതൊരു കരച്ചിൽ. അയാൾ ഓടി അവിടെ എത്തുമ്പോ ആ ആള് മരിച്ചുപോയി. തിരിച്ച് ഇയാളെടുത്ത് വന്നപ്പോ ഇയാളും മരിച്ചു. ആദ്യത്തെ ആളെടുത്തും അയാളും മരിച്ചു. സ്നേഹം കൊണ്ട് ദാഹിച്ചൊരു മുറുക്ക് വെള്ളം കുടിക്കാതെ സ്വന്തം സഹോദരന് വേണ്ടി മാറ്റിവെച്ച ആ ഉമ്മത്തുമായി എന്ത് ബന്ധമടോ സെൽഫികളെ എന്ന് ദുനിയാവിൽ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിച്ചാൽ തലയും താത്തി തലയിൽ മുണ്ടിട്ട് നടക്കാൻ യോഗ്യതയായി പോയ ഖൗമേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നന്നാകാനും ഒന്നാകാനും അല്ലേ? നബവിയിൽ ഇരുന്ന് റസൂലുള്ളാഹി പറയാൻ, ഒരാളിപ്പോ ഇങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. ഒരാൾ ഇങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. അപ്പൊ അവര് നോക്കുമ്പോൾ നീണ്ടു മെലിഞ്ഞ് ഒരു കയ്യിൽ ചെരുപ്പും ഇടത്തെ കയ്യിൽ ചെരുപ്പും ഒതുവിന്റെ വെള്ളവും ഒലിപ്പിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. അവര് നോക്കിയപ്പോ സഅദ് ഇബ്നു അബീ വഖാസ്. അവർ അത്ഭുതപ്പെട്ടു പോയി. 3 തവണ 3 ട്രിപ്പിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഇങ്ങോട്ട് വരും, ആള് സ്വർഗത്തിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസ് റളിയല്ലാഹു 3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം പരിശോധിച്ചു. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇവർ ചെയ്യുന്ന ആരാധന വ്യത്യസ്തമായി സഅദ് ഇബ്നു അബീ വഖാസ് ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് 3ന്റെ അന്ന് തിരിച്ചു പോരുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ലാസ് ചോദിച്ചു, അല്ലയോ സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ വെറുതെ വന്നതായിരുന്നില്ല. നിങ്ങൾ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി മസ്ജിദ് നബവിയിൽ വെച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ മഹത്വം അറിയാൻ വന്നതാ. എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളതായി എനിക്ക് തോന്നിയില്ല. എന്താണ് എന്താണ് എന്താണ്? അപ്പൊ അദ്ദേഹം പറയാൻ, ഞാൻ കരുതുന്നത്, സഅദ് ഇബ്നു അബീ വഖാസ് പറയാൻ, ഞാൻ കരുതുന്നത് എന്റെ വിരിപ്പിലേക്ക് ഞാൻ തലവെക്കുമ്പോ എനിക്കൊരാളോടും അസൂയയില്ല, എനിക്കൊരാളോടും പകയില്ല, ഒരാളോടും എന്റെ മനസ്സിൽ വേദനയില്ല. ഞാൻ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, എന്റെ ഏതെങ്കിലും ഒരു ആശയത്തോട് ഒരല്പം വിയോജിപ്പ് എന്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ണുകൊണ്ട് അന്ന് മുതൽ ഞാൻ എന്റെ സുഹൃത്തിനെ കാണുന്നെങ്കിൽ ഞാൻ എന്ത് സെലഫിയാണ്, ഞാൻ എന്ത് സെലഫിയാണ്, ഞാൻ എന്ത് മുഅ്മിനാണ്. എന്റെ സഹോദരന്റെ ചെറിയ ന്യൂനതയെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ എന്ത് സെലഫിയാണ്. അതല്ലേ അല്ലാഹുവിന്റെ ഗ്രന്ഥം സൂറത്തു ആൽ ഇംറാനിലെ 133ാമത്തെ വചനത്തിൽ പറഞ്ഞത്, വല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽ ഖാലിമീനൽ ഗൈല വആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുകയും കോപം വരുമ്പോൾ ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മുഴുവനും മാപ്പ് കൊടുക്കുകയും സാരമില്ല, പകപോക്കേണ്ടതില്ല, എനിക്ക് നിന്നോട് വിരോധമില്ല എന്ന് പറയേണ്ടവരല്ലേ നമ്മൾ. എന്റെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട്. ഞാനത് ഈ സദസ്സിന് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. സഹോദരങ്ങളെ, ആലുവയിലെ സെൽഫി മസ്ജിദിൽ ഉള്ളവൻ ഖുതുബ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉള്ളവൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ ആ ആലുവ മസ്ജിദിന്റെ പിരിവിൽ എന്റെ ശബ്ദം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെല്ലാം അല്ലാഹുവിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ വിടുന്നു. ആ പള്ളിയിലേക്ക് ഞാൻ നമസ്കരിക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ കുറെ പ്രബോധകർ, പണ്ഡിതന്മാർ, ആ പള്ളിയിലെ ഖതീബ്, നമ്മുടെ KNMന്റെ വലിയ ട്രഷറർ, എല്ലാവരുമുള്ള പള്ളിയിലേക്ക് ഈ ഉള്ളവൻ കയറി വരികയാണ്. എന്റെ ഏറ്റവും പ്രിയങ്കരനായ സലാഹി അവിടെ നിൽക്കുന്നുണ്ട്. ജാമിയിലെ ബോർഡിങ്ങിൽ ഞാൻ പഠിച്ചപ്പോ എന്റെ സീനിയറായി ഫൈനലിന് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ മോനേന്നല്ലാതെ വിളിച്ചിട്ടില്ലാത്ത എന്റെ സലാഹി, സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മനസ്സിലൊരു കറയുമില്ലാതെ ഞാൻ സലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹം മടക്കിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കുപ്പായം പിടിച്ച് സ്നേഹത്തോടെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾ എനിക്ക് സലാം മടക്കാത്തത്? അപ്പം പറഞ്ഞു, ഞാൻ മടക്കിയല്ലോ. ഞാൻ ചോദിച്ചു, എവിടെ മടക്കി? നിങ്ങളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ലല്ലോ, പലരും നിങ്ങളെ പറ്റി അങ്ങനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്ത് പറ്റി? നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ നിങ്ങൾ എന്ന് ഞാൻ ചോദിച്ചു. എന്റെ പ്രിയപ്പെട്ട, ഞാൻ പേര് പറയും, എന്റെ പ്രിയപ്പെട്ട ഷാരിഖിനെ ഞാൻ മാടി വിളിച്ചു, സലാം പറഞ്ഞു, മടക്കാതെ തിരിച്ചുപോയി. ഞാൻ അവനോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനാണ്. ആ സിറാത്ത് എന്ന പാലം കടന്നു പോകുമ്പോ എനിക്കെന്റെ ഷാരിഖിനോട് വിരോധമില്ല, എനിക്കെന്റെ സുഹൃത്തുക്കളോട് വിരോധമില്ല. അനസും മനീഫയും ഇരിക്കുന്നു ആ പള്ളിയിൽ. ഞാൻ നേരെ ചെന്ന് സലാം, ആദ്യം ഞാൻ നൂർഷക്കാക്ക് സലാം പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിന്നെ പറ്റിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞോളൂ, ഞാൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. ഹനീഫയെ കണ്ടു, ഞാൻ താടിയിൽ സ്നേഹത്തോടുകൂടി പിടിച്ചോ പറഞ്ഞു, നിന്റെ ആദർശം വേറെയാണ്, വിട്ടു നിൽക്ക് എന്ന് പറഞ്ഞു.
എനിക്കതിൽ വിഷമമില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ പണ്ഡിതന്മാർ കേടുവന്നു പോകുന്നതിൽ നമുക്ക് ദുഃഖമുണ്ട്. തിരിച്ച് അവരോട് നമ്മൾ കാണിച്ചാലും എല്ലാവരുടെയും വിധി തുല്യമാണ്. നമ്മൾ ആരാ? കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ലോക ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട രാമനും ചന്ദനും കൃഷ്ണനും കുഞ്ഞിക്കണ്ണനും ജീവിച്ച് കള്ളു കുടിച്ച് കള്ളുഷാപ്പിന്റെ മുമ്പിൽ കിടന്ന് തർക്കിച്ച് വാഹനം വന്നപ്പോൾ അതിനടിയിൽ കിടന്ന് മരിച്ചുപോയ നമ്മുടെ ദേവദാസിന് വേണ്ടി, നമ്മുടെ കുഞ്ഞിക്കണ്ണന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വത്തിന് വേണ്ടി ഒന്നിച്ചുകൂടെ നമുക്ക്? കണ്ടില്ലേ, ഒരു വലിയ ജനപ്രവാഹം വിശ്വാസ പ്രഖ്യാപനം നടത്തി, കുരിശും വരച്ച് യേശുവിനെയും വിളിച്ച് അള്ളാഹ്ക്ക് പുത്രനെന്ന് വിശ്വസിച്ച് ആ താളവും മോളവും തെറ്റി പെൺകുട്ടികളും കുഞ്ഞുങ്ങളും പോയപ്പോ എന്റെ മനസ്സിലുണ്ടായത് എന്താണെന്നറിയോ? വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ. 18-ാം അധ്യായത്തിലെ വാചകാത് അള്ളാഹുവിനൊരു കുട്ടിയുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്ക് താക്കീതായി സമ്മേളനം. ആ സമയത്തെങ്ങാനും ഒരവസരം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടവരെ ശ്രദ്ധ ഇങ്ങോട്ട് തിരിക്കാൻ എന്റെ കഴിവത് ഞാൻ ശ്രമിക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞവർ പോയി. ഇൻഷാ അല്ലാഹ് അവരുടെ വീടുകളിലുണ്ട്. നമുക്കിന്ന് ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പിരിയുമ്പോ ഒരു പ്രതിജ്ഞ എടുക്കാം. അതെന്താ? അല്ലദീന യുബല്ലിഊന റിസാലാത്തില്ലാ വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബാ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദേവത്തെടുത്തുമ്പോൾ ഞാൻ ഒരാളെയും പേടിക്കൂല. എല്ലാ വീടുകളിലും ഞാൻ ചെല്ലും, എല്ലാ നാടുകളിലും ഞാൻ ചെല്ലും, എല്ലാ സുഹൃത്തുക്കളോടും നാം ചെല്ലും. നമ്മൾ ട്രെയിനിലേക്ക് വേണ്ടി ലഘുലേഖകൾ തയ്യാറാക്കുന്നു, ട്രെയിനിന് വേണ്ടി CD തയ്യാറാക്കുന്നു. ട്രെയിനിൽ സംസാരിക്കാനുള്ള ഒരു സർക്കാരിൻ്റെ പെർമിഷന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. എല്ലാം നടക്കേണ്ടതുണ്ട്. അള്ളാഹു എന്തൊക്കെ കണ്ടുവോ അതൊക്കെ ഇവിടെ നടക്കേണ്ടതുണ്ട്. മനുഷ്യരെ, നാളെ നമ്മുടെ ഏറ്റവും വലിയ പ്രിയങ്കരനായ സുഹൃത്ത് നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ നോക്കി ബഷീറേ, സുബൈറേ, അബ്ദുൽ ഖാദറേ, നീ തൗഹീദ് സ്വീകരിച്ച മുജാഹിദായി നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നത് മണിക്കൂറുകളും കേട്ടു നിന്ന ആളാ ഞാൻ. നിങ്ങളെ ജിന്നും സീറും എനിക്ക് തിരിഞ്ഞിരുന്നില്ല. പടച്ചോനുണ്ട് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നു. പടച്ചോനെ മാത്രമേ വിളിക്കാവൂ നിങ്ങളോട് എന്നോട് പറയാമായിരുന്നു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവാന്ന് പറയാൻ നിനക്കൊരു മിനിറ്റ് മടിയായിരുന്നു. അത് ഞാൻ സ്വീകരിക്കുമായിരുന്നല്ലോ. നീ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്നൊരായിഷക്കുട്ടിയോട് ഒരമുസ്ലിം പറയരുത്, ഒരു കാർത്തിയാനി പറയരുത്, ഒരു ഇത് പറയരുത്, ആരും പറയരുത്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പണ്ഡിതന്മാരുടെ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നല്ല മനസ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മൾ ഐക്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നന്നാകാനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്നാകാനാണ്. ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ നിങ്ങളുടെ പിതാവാദമാണ്, നിങ്ങൾ ആദമിൽ നിന്നാണ്. ബിലാലെ, നീ കറുത്തവനല്ല. ബിലാലിനെ കറുത്തവൻ എന്ന് വിളിച്ച അബൂദർറെ, നീ ജാഹിലിയത്തിലാണെന്ന് പറഞ്ഞ് സൽമാനുൽ ഫാർസിയുടെ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിച്ച് മാനവ സമത്വത്തിന്റെ ഗീതം പാടി ബാർബറായ പയ്യനെ ഖുറൈശി പ്രമാണിയായ പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഒരു ചീർപ്പിലെ പല്ല് പോലെ, ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നിപ്പിച്ച് സ്നേഹിപ്പിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദുനിയാവിനോട് വിട പറയുന്ന ഒരു മഹാസമൂഹത്തെ സൃഷ്ടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. വലഖദ് ജീതുമുനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറാ വഇമ്മിൻകും മില്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം 71 ചേലാകർമ്മം ചെയ്യാത്തവരായി, വസ്ത്രം ധരിക്കാത്തവരായി, അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കാത്തവരായി റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടും. ആ ബാലവൃദ്ധൻ ജനങ്ങളോട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചുവെങ്കിൽ, ആരുടെയെങ്കിലും പേര് പറഞ്ഞത് നിങ്ങൾക്ക് വേദന തോന്നിയെങ്കിൽ ആളുകൾക്ക് സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാവട്ടെ. ഇനിയെങ്കിലും നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ സൗഹൃദത്തിന് ഒരു കുറവും, കേന്ദ്രമുകാരുമായി നല്ല ബന്ധം, മടവൂരികളുമായി നല്ല ബന്ധം, എല്ലാവരുമായി നല്ല ബന്ധം, ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മറ്റെല്ലാ കാര്യത്തിലും നല്ല ബന്ധം. സ്നേഹിച്ചിട്ടാ തിരുത്തേണ്ടത്, പറഞ്ഞു കൊടുത്തിട്ടാ തിരുത്തേണ്ടത്, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാ തിരുത്തേണ്ടത്. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹല്ലിൻ നദീം. നിന്റെ ഏറ്റവും വലിയ ശത്രു നിന്റെ മിത്രാവും മര്യാദക്കുള്ള വാക്ക് പറഞ്ഞാളാ, നല്ല കാര്യം പറഞ്ഞാളാ, തർക്കിക്കാതെ നല്ലത് പറഞ്ഞു കളയൂ എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ സമയം അധികമെടുത്തെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സർവശക്തനായ പടച്ചതമ്പുരാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ഒരുപാട് പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ പല ദിക്കുകളിലുമുണ്ട്. അതെല്ലാം വൻ വിജയമായി തീരുമാറാകട്ടെ. അതെല്ലാം നമ്മൾ സഹകരിക്കുക. ഇന്ന് പ്രതിജ്ഞ ചെയ്യുക, നാളെ നേരം പുലർന്നാൽ സുബൈ കഴിഞ്ഞ്
അള്ളാൻ്റെ മതം പറയാൻ ഞാൻ ഇറങ്ങും. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒരു ലഘുലേഖയെങ്കിൽ അത്, ഒരു CD എങ്കിൽ അത്, ആരുടെയെങ്കിലും ഒരു ക്ലിപ്പെങ്കിൽ അത്, ഏതെങ്കിലും ഒന്ന് മനുഷ്യരെ കേൾപ്പിച്ച് നന്നാക്കാൻ നമ്മൾ തയ്യാറാവുക. പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.